നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. സംസ്ഥാന പോലീസ് മേധാവിയുടെ ഔദ്യോഗിക വസതിയിൽ മഹിളാ മോർച്ച നടത്തിയ പ്രതിഷേധ മാർച്ച് റിപ്പോർട്ട് ചെയ്ത ജനം ടിവിയുടെ റിപ്പോർട്ടർ രശ്മി കാർത്തിക, ക്യാമറാമാൻ നിതിൻ, ജന്മഭൂമി ഫോട്ടോഗ്രാഫർ അനിൽ ഗോപി എന്നിവർക്ക് തിരുവനന്തപുരത്തെ മ്യൂസിയം പോലീസിൻ്റെ നോട്ടീസ്. ഇന്ന് ഹാജരാകാനായിരുന്നു നോട്ടീസ്. ഹാജരായാൽ മൂവരെയും അറസ്റ്റ് ചെയ്യാനായിരുന്നു പോലീസ് നീക്കമെന്നതിനാൽ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വിട്ടുനിന്നു. റിമാൻഡിൽ കഴിയുന്ന മഹിളാ മോർച്ച പ്രവർത്തകർക്കെതിരെ ആരോപിച്ചിരിക്കുന്ന വകുപ്പുകളാണ് വനിതാ റിപ്പോർട്ടർക്കും ക്യാമറാമാനും ഫോട്ടോഗ്രാഫർക്കുമെതിരെ ചാർത്തിയിരിക്കുന്നത്. അതായത്, പിണറായി സർക്കാരിൻ്റെ കാലത്ത് സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനം അസാധ്യമായിരിക്കുന്നു എന്ന് സാരം. സർക്കാർ സംവിധാനത്തെ വിമർശിച്ചാൽ, എന്തിനധികം സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം റിപ്പോർട്ട് ചെയ്യുകയോ ചിത്രീകരിക്കുകയോ ചെയ്താൽ പിണറായി പോലീസ് പിടിച്ച് അകത്താക്കും. സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഭരണകൂട ഭീകരതയും മാധ്യമ മാരണ നിയമവുമാണ് ജനം ഡിബേറ്റിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത്. സേവ് കേരള ഫോറം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ.എം. ഷാജഹാൻ, BJP വക്താവ് സന്ദീപ് വാചസ്പതി, ഇടത് മുന്നണിയുടെ പ്രതിനിധി RSP നേതാവ് അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, റിട്ടയർഡ് പോലീസ് ഓഫീസർ ശ്രീ ജോർജ് ജോസഫ് എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ശ്രീ ജോർജ് ജോസഫ്, ഞാൻ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ മഹിളാ മോർച്ച പ്രവർത്തകർക്ക് എതിരെയുള്ള കുറ്റങ്ങൾ അത് തന്നെയാണ് ഇവർക്കെതിരെയുള്ള FIR-ലും ചാർത്തിയിരിക്കുന്നത്. IPC 1860 വകുപ്പ് 447, KP Act 2011, 39, 121, 120F. ഇതിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ മ്യൂസിയം പോലീസ് നൽകിയ FIR-ൽ പറഞ്ഞിരിക്കുന്നത്, വഴുതക്കാട് DPIയിലുള്ളതും സംസ്ഥാന പോലീസ് മേധാവിയുടെ ഔദ്യോഗിക വസതിയായ ബാറ്റൺ ഹൗസ് സ്ഥിതി ചെയ്യുന്നതുമായ സർക്കാർ വക കോമ്പൗണ്ടിൽ 16/12/2023 തീയതി രാവിലെ 10 മണിക്ക് ക്യാമറയും മൊബൈൽ ഫോണുമായി ആവലാതിക്കാരൻ്റെയും സ്ഥലത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുടെയും നിയമപരമായ ആജ്ഞയെ ലംഘിച്ചുകൊണ്ട് അതിക്രമിച്ചു കയറിയ പ്രതികൾ മേൽ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ശ്രീ ജോർജ് ജോസഫ്, നമുക്കറിയാം, സാധാരണ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ ഞങ്ങളൊക്കെ ഓടി എത്താറുണ്ട്. റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഓടി എത്താറുണ്ട്. ഈ സമരം ചെയ്യുന്നവർ, പ്രക്ഷോഭം നയിക്കുന്നവർ തന്നെയാണ് നമ്മളെ വിളിച്ചറിയിക്കുന്നത്, അല്ലേ? അത് ഒരു സാധാരണമായിട്ടുള്ള നടപടി മാത്രമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ടർമാരും ക്യാമറമാന്മാരും അതുപോലെ ഫോട്ടോഗ്രാഫർമാരും ഒക്കെ ആ സ്ഥലത്തേക്ക് എത്തുന്നത്. ഇപ്പോൾ അങ്ങനെ അവിടെ ആ സ്ഥലത്തെത്തി ആദ്യം ഇത് റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനം ടിവിയുടെ റിപ്പോർട്ടർ, ഒരു വനിത കൂടിയാണ് രശ്മി, അതുപോലെ ക്യാമറാമാൻ നിതിൻ, അതുപോലെ ജന്മഭൂമിയുടെ ഫോട്ടോഗ്രാഫർ അനിൽ ഗോപി, ഇവർക്കെതിരെ ഈ വകുപ്പുകളൊക്കെ ഇട്ട് കേസെടുത്തിരിക്കുന്നത്. ഇന്ന് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഹാജരാവേണ്ടതായിരുന്നു. പക്ഷേ പോലീസിൽ നിന്ന് തന്നെ കിട്ടിയ ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ 3 പേരും അവിടെ മ്യൂസിയം പോലീസിനെ മുൻകൂട്ടി അറിയിച്ചു, ഞങ്ങൾക്കിന്ന് ഹാജരാകാൻ ബുദ്ധിമുട്ടാണ്. ഈ പെൺകുട്ടിയുടെ കല്യാണം ജനുവരി 7-നാണ്. ഇനി അഥവാ പോലീസ് പിടിച്ചകത്താക്കുകയാണെങ്കിൽ കല്യാണം മുടങ്ങും. അപ്പോൾ കോടതിയെയും സമീപിച്ചിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ കുറ്റങ്ങൾ ഒക്കെ നിലനിൽക്കുന്നതാണോ ശ്രീ ജോർജ് ജോസഫ്? ഇത് വ്യത്യസ്തമായിട്ട് പോലീസ് കാണണം. അത് സംസ്ഥാന പോലീസ് മേധാവി താമസിക്കുന്ന വസതിയിലേക്ക്, അതിനുള്ളിലാണ് പ്രവേശിച്ചത് ഈ വനിതാ മോർച്ച സ്ത്രീകൾ. അതൊരു ട്രസ്പാസാണ്. 447 പോലീസ് ആക്ടിൻ്റെ വകുപ്പും വെച്ചിട്ടുണ്ട്. അവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുകയും ചെയ്തു.
നമുക്ക് എവിടെയായാലും ശരി ഒരാളുടെ വസതിയിൽ ഒരു തള്ളിക്കയറാനോ പ്രകടനം നടത്തിയ വസതിക്ക് ഒരാളുടെ, ഏത് സർക്കാർ ഉദ്യോഗസ്ഥനായാലും ശരി പ്രൈവറ്റ് ആളുകളുടെയും വ്യക്തികളുടെയും, അത് പാടില്ല. അതിനെ പോലീസ് അറസ്റ്റ് ചെയ്തു, അവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഒരു കുറ്റം ചെയ്യാനുള്ള ആഗ്രഹത്തോടെ അല്ല രശ്മിയും അതുപോലെ ആ ക്യാമറാമാനും അനിലും ഒക്കെ മറ്റു പത്രക്കാരും അവിടെ ചെല്ലുന്നത്. അവർക്ക് വേറെ ഇൻറ്റൻഷനൊന്നുമില്ല. ഇവരെ ആ വസതി തള്ളിക്കയറിയതിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ വിവരങ്ങൾ, അതിൻ്റെ ഫോട്ടോഗ്രാഫ് പൊതുജനങ്ങളെ അറിയിക്കുകയാണ്. അതാണ് അവരുടെ ധർമ്മം. അവർക്ക് കുറ്റം ചെയ്യാനുള്ള ഒരു ഇൻറ്റൻഷൻ ഇല്ല ഈ 3 പേർക്ക്. ഞാൻ അങ്ങനെയാണ് ഇത് കാണുന്നത്. ഒരു വസതിയിലേക്ക് തള്ളിക്കയറുന്ന, ഓഫീസിനകത്തൊക്കെ തള്ളിക്കയറുന്നതൊക്കെ നമുക്ക് ഒഫൻസായിട്ട് കണക്കാക്കാം. അത് രാഷ്ട്രീയപരമായ വിയോജിപ്പുള്ളവർ അത് രാഷ്ട്രീയപരമായ നീക്കമാണ് നടത്തുന്നത്. പക്ഷേ ഏത് പത്രത്തിൻ്റെ ആയാലും ശരി, ഏത് ചാനലിൻ്റെ ആയാലും ശരി, അവിടുത്തെ റിപ്പോർട്ടർ, അവിടുത്തെ അങ്ങനെയുള്ള ആൾക്കാർ ചെല്ല് അതിൻ്റെ ഫോട്ടോഗ്രാഫ് എടുക്കുന്ന അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗം തന്നെയാണ്. ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് നമ്മളതിന് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് ഫോർത്ത് എസ്റ്റേറ്റിൻ്റെ ഒരു ഡ്യൂട്ടിയുടെയാണ്. അവർക്ക് അവിടെ ട്രസ്പാസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ വസതി കയറണമെന്നൊന്നും അല്ല ആഗ്രഹം. അവിടെ കയറിയവരുടെ ഫോട്ടോ എടുത്തിട്ട് അത് വെളിയിലെ ജനങ്ങൾക്ക് അറിയിക്കുന്നതാണ്. അത് പോലീസിനും ഗുണം ചെയ്യും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുന്ന ഒരു കുറ്റമായിട്ട് ആ ഫോട്ടോഗ്രാഫറെയും അത് റിപ്പോർട്ടറെയും ഒന്നും വെക്കുന്നത് പോലീസ് ആ രീതി ഇത് കാണണം. രണ്ടും രണ്ടാണ്. അവർക്ക് ഒഫൻസ് ചെയ്യണമെന്ന് ഇൻറ്റൻഷൻ ഇല്ല, വസതി കയറണമെന്നും ഇൻറ്റൻഷൻ ഇല്ല. അവരെവിടുന്ന് ഓടി വന്ന് ഇങ്ങനെ കയറിയെന്ന് അറിഞ്ഞപ്പം അത് എത്രയും പെട്ടെന്ന് പൊതുജനങ്ങളുടെ മുമ്പിൽ അത് അവതരിപ്പിക്കാനും അതിൻ്റെ ദൃശ്യങ്ങൾ കാണിക്കാനും കോമ്പറ്റീഷൻ പോലെ പത്ര റിപ്പോർട്ടേഴ്സ് വളരെയധികം ആൾക്കാർ വന്നു ചേർന്നുകൊണ്ടിരിക്കും. ആദ്യം വരുന്നവർ വന്നു ചേർന്നത് ഈ ഒരു കുറ്റം ചെയ്യാനാണ്. അവരുടെ പേരിൽ ചാർത്തിരിക്കുന്ന അതേ കുറ്റങ്ങൾ ഇവരുടെ പേരിൽ നിലനിൽക്കില്ല. ഇത് രണ്ടും രണ്ടാണ്. അവർക്ക് ഈ ഫോട്ടോഗ്രാഫർക്ക് മറ്റൊക്കെ കുറ്റം ചെയ്യാൻ ഉദ്ദേശമില്ല. നമുക്ക് മുഖ്യമന്ത്രിയുടെ അവിടെ ഒരു ചെരുപ്പെടുത്ത് എറിഞ്ഞ ആൾ, അതിനൊരു പത്രപ്രവർത്തകയെ അവരെ അതിനകത്ത് പ്രതിയാക്കാൻ പോയി. അതൊക്കെ ചെയ്യുന്ന പ്രവൃത്തി അത് നേരത്തെ അവർക്ക് അറിയാമായിരുന്നു, അതൊന്നും പറഞ്ഞിട്ട് കാര്യം. അത് പത്രപ്രവർത്തകർ ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവർ രഹസ്യമായിട്ട്, അവർ ഫോർത്ത് എസ്റ്റേറ്റിലുള്ളവർ, അവർ പൊതുജന നന്മയ്ക്ക് വേണ്ടി രഹസ്യമായിട്ട് പല കാര്യങ്ങളും അവരറിയാം. അത് ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് പോലീസിനടുത്ത് ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊരു കോടതിയിലും ഡിസ്ക്ലോസ് ചെയ്യേണ്ട, സോഴ്സ് ഡിസ്ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർക്കൊരു സോഴ്സ് കിട്ടി, അവരെ ഓടിച്ചെന്ന് അവരാദ്യം എടുത്തു. അത് ചിലപ്പോൾ കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും പത്രക്കാർക്കൊക്കെ, അത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇവർക്ക് 3 പേർക്കും ആ വസതി കയറാൻ ആഗ്രഹമില്ല. പൊളിറ്റിക്കലായിട്ട് ഒരു തരത്തിലും 3 പേർക്കും ഇല്ല. അവർ ചെയ്തത് എന്താണ്? ഞാനിപ്പോൾ ഒരു DGPയുടെ ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കാണാൻ പോയാൽ അതൊരു കുറ്റമില്ലല്ലോ, ആർക്ക് വേണമെങ്കിലും പോകാം. പക്ഷേ ഒരു രാഷ്ട്രീയ പ്രേരിതമായി രാഷ്ട്രീയമായ ചില ഇത് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവിടെ ചെന്ന് വസതി കയറുന്നത് കുറ്റകരം തന്നെ. അതിനവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, റിമാൻഡ് ചെയ്തിട്ടുണ്ട്, അവർ ജാമ്യത്തിൽ ഇറങ്ങി, അവർ കോടതി അത് ലീഗലായിട്ട് ഫൈറ്റ് ചെയ്തോളും. പക്ഷെ പത്രക്കാരെ, തേർഡ് എസ്റ്റേറ്റിൽപ്പെട്ടവരെ ഒരിക്കലും, അത് പോലീസും ഗവൺമെൻറ്റും അതിനി വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ആ കാര്യം. ഞാൻ അതുകൊണ്ടാണ് മറ്റേ ആ ചെരുപ്പെറിഞ്ഞ് 308 വകുപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണിക്കുന്നത് പോലീസിൻ്റെ വിവരക്കേടെന്നേ പറയാനൊക്കെ ഉള്ളൂ. അങ്ങനെ ഒരു ഡയറക്ഷൻ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഓരോ ജില്ലയിലെ പോലീസ് മേധാവികളും ഡിസ്ട്രിക്ട് പോലീസ് മേധാവികളൊക്കെ ഉണ്ട്. അവരൊക്കെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് അവർക്ക് ഡയറക്ഷൻ കൊടുക്കേണ്ടത്, അവർ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, കൃത്യമായിട്ട് അത് പറയണം. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ, അവർക്ക് വേണമെങ്കിൽ ഗവൺമെൻറ് ലീഡർമാരുണ്ടെന്ന് കൺസൾട്ട് ചെയ്യാമല്ലോ. പക്ഷേ ഇപ്പം തന്നെ ഈ നോട്ടീസ് 41A വകുപ്പ് പ്രകാരം ആ നോട്ടീസ് ഒരാളെ ചോദ്യം ചെയ്തിട്ട് അറസ്റ്റ് ചെയ്യാം. അതേ കുറ്റത്തിലാണ് പറഞ്ഞിരിക്കുക. ആ നോട്ടീസിനകത്ത് ആ കുറ്റം കൃത്യമായിട്ട് മറ്റവർ ചെയ്തത് തന്നെ ഇവരുടെ പേരിലും ആ നോട്ടീസിനകത്തും പറഞ്ഞു. അതെന്തായാലും തെറ്റായിപ്പോയി എന്നാണ് ഞാൻ പറയണേ. അതങ്ങനെയല്ല. അവരെ ഈ കേസിനെ സംബന്ധിച്ച് വിവരങ്ങൾ അതിൻ്റെ സാക്ഷികളാക്കാൻ വേണ്ടിയിട്ട് ഇവരെ ചോദ്യം ചെയ്യാം, വിളിച്ചു വരുത്താം. പക്ഷേ 41 നോട്ടീസ് കൊടുക്കുമ്പം, പ്രകാരം കൊടുക്കുമ്പം അതൊരു അറസ്റ്റിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് നോട്ടീസ് തന്നെ. അതുകൊണ്ടാണ് അവർ പോകാതിരുന്നത്, മുൻകൂർ ജാമ്യത്തിന് പോയതെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഇതേപ്പറ്റി കൂടുതലായിട്ട് പോലീസ് കുറച്ചുകൂടെ പഠിക്കണം. കാരണം ഇന്ത്യയിലെ പല ഭാഗത്തും ഇത് ആവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തെ അടുത്ത കാലത്ത് വളരെയധികം പത്രപ്രവർത്തകർക്ക് വെളിയിലിറങ്ങി ജോലി ചെയ്യാൻ പറ്റാത്ത അവസരമേ വന്നിരിക്കുകയാണ്. അത് ഏതായാലും ഭരണഘടനയിലെ സുപ്രീം കോടതി പറഞ്ഞതല്ല, കോൺസ്റ്റിറ്റ്യൂഷനകത്താണ് ഫോർത്ത് എസ്റ്റേറ്റിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യം ഗവൺമെൻറ്റും അതുപോലെ തന്നെ പോലീസ് മേധാവികളും പോലീസ് സ്റ്റേഷനിലെ SHOമാരും ശ്രദ്ധിക്കണം. പത്രപ്രവർത്തകരെ യഥേഷ്ടം വിടുക,
അവരൊരു കുറ്റവും ചെയ്യാൻ പോകുന്നില്ല, അവർ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നതാണ്. യെസ്, അഡ്വക്കേറ്റ് ബലദേവ, ഇപ്പോൾ ഒരു വിവരം കിട്ടി, ഒരു സംഘടന പ്രക്ഷോഭം നയിക്കുന്നു. ആ പ്രക്ഷോഭത്തിൽ ഒരുപക്ഷെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം. അവരുടെ മാർച്ചിനിടയിൽ ഒരുപക്ഷെ പോലീസ് ലാത്തി ചാർജ് ഉണ്ടായേക്കാം, ഒരുപക്ഷെ ഇവർ കല്ലെടുത്തെറിഞ്ഞേക്കാം. ഇതൊക്കെ മാധ്യമപ്രവർത്തകരുമായി മുൻകൂട്ടി കൂടിയാലോചിച്ച് ഞങ്ങളിങ്ങനെയൊക്കെ ചെയ്യും, നിങ്ങളവിടെ വരണം എന്ന് അഭ്യർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല പോകുന്നത്. ഇങ്ങനെ ഒരു പിന്നെ സംസ്ഥാന പോലീസ് മേധാവിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നു മഹിളാ മോർച്ച പ്രവർത്തകർ. അതറിഞ്ഞുകൊണ്ട് അവിടെ പോയ റിപ്പോർട്ടറെയും അതുപോലെ ക്യാമറമാനെയും ജന്മഭൂമിയുടെ ഫോട്ടോഗ്രാഫറെയും ഒക്കെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുക എന്ന് പറയുന്നു. അല്ല, അത് മാത്രമല്ല, അവരുടെ പേരിൽ ചാർത്തിയിരിക്കുന്ന FIRൽ ചാർത്തിയിരിക്കുന്ന അതേ കുറ്റങ്ങൾ, അതേ ചാർജസാണ് ഇപ്പോൾ നമ്മുടെ ജനം ടി വിയുടെ മാധ്യമപ്രവർത്തകർക്കെതിരെയും ചാർത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അതൊക്കെ ബലദേവ, പിണറായി പോലീസിൻ്റെ ഉദ്ദേശ്യം എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ നയം എന്താണ്? മാധ്യമപ്രവർത്തകർ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കേണ്ട എന്നാണോ? ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ പണ്ട് നമ്മളൊക്കെ റിപ്പോർട്ടിങ്ങിന് ഇറങ്ങിയ സമയത്ത് ഇതേപോലെ എത്രയോ പിന്നെ പ്രക്ഷോഭങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം നഗരം മുമ്പെങ്ങും കാണാത്ത വിധത്തിലുള്ള ഭീകരമായിട്ടുള്ള ലാത്തി ചാർജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കയ്യിൽ നിന്നാണ് സാധാരണ പോലീസുകാർ ഈ ദൃശ്യങ്ങളൊക്കെ ശേഖരിക്കുന്നത്. ഇപ്പോൾ പോലീസിന് ക്യാമറമാരൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹകരിച്ചുകൊണ്ടാണ് ഈ കേസ് കോടതിയിലെത്തുമ്പോൾ ഞങ്ങൾ കൊടുക്കുന്ന ദൃശ്യങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് പിടിച്ചു നിൽക്കുന്നതൊക്കെ. അപ്പോൾ ആ രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ റിപ്പോർട്ടർമാർക്ക് സ്വതന്ത്രമായി റിപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ സംജാതമായിരിക്കുന്നു. മാധ്യമങ്ങളെ ഭയക്കുന്നത് കൊണ്ടാണോ, അതോ ഈ സർക്കാരിനെ വിമർശിക്കുന്നത് കൊണ്ട് മാധ്യമങ്ങളുടെ വായ മൂടിക്കെട്ടാനാണോ സർക്കാർ ഉദ്ദേശിക്കുന്നത്? മാധ്യമങ്ങളുടെ വായൊന്നും ഒരു സർക്കാരിനെ മൂടിക്കെട്ടാൻ കഴിയില്ല. കാരണം മാധ്യമങ്ങളുടെ ഓരോ പ്രവർത്തനവും സർക്കാരിനേക്കാൾ ഉപരിയായിട്ട് പൊതുജനങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഇതിനകത്ത് CRPC 41ന്റെ ഉപവകുപ്പാണ് 41A. 41 എന്ന് പറയുമ്പോൾ അറസ്റ്റ് വിത്തൗട്ട് വാറന്റ് ആണ്. കോഗ്നൈസബിൾ ഒഫൻസിനകത്ത് വാറന്റ് കൂടാതെ ഒരു പ്രതി അറസ്റ്റ് ചെയ്യാം. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് 41A അനുസരിച്ചുള്ള നോട്ടീസ് ഈ 3 പേർക്ക് നൽകിയിരിക്കുന്നത്. ഇവിടെ ജോർജ് ജോസഫ് സാർ പറഞ്ഞതുപോലെ ചില കാര്യങ്ങളിൽ പോലീസ് കുറെ കൂടെ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഈ 3 പ്രവർത്തകര് ഈ മഹിളാ മോർച്ച പ്രവർത്തകരോടൊപ്പം തന്നെ DGPയുടെ വീടിനകത്ത് കയറുകയും അതുമായിട്ട് ബന്ധപ്പെട്ട സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് കേസെടുത്തത്. അതിനകത്ത് അവർക്ക് എതിരെ എടുത്തിരിക്കുന്ന 332, 353 2 വകുപ്പുകൾ നോൺ ബെയിലബിൾ ആണ്. 120B അവർക്കെതിരെ എടുത്തിട്ടുണ്ട്. 120Bക്ക് പ്രത്യേകിച്ച് ഒന്നും അട്രാക്ട് ചെയ്യുന്നില്ല. എന്ത് സെക്ഷനാണോ അതിന്റെ പണിഷ്മെന്റ് അപ്പൊ അത് വരുമ്പം അതിനകത്ത് 2 നോൺ ബെയിലബിൾ ഒഫൻസ് ഉണ്ട്. അപ്പൊ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യാം. ഇതാണ് അതിനകത്തുള്ള 2 നോൺ ബെയിലബിൾ ഒഫൻസ്. അപ്പൊ ഇവിടെ പ്രധാനമായിട്ടുള്ള കാര്യം പത്രപ്രവർത്തകർ പലപ്പോഴും പത്രപ്രവർത്തകരൊന്നും അറസ്റ്റ് ചെയ്യുന്നതിനൊന്നും അതുപോലെ അനാവശ്യമായിട്ട് കേസെടുക്കുന്നതിനൊന്നും ഒരു കാരണവശാലും ഞങ്ങൾ ആരും യോജിക്കുന്നില്ല. അതിന് ഞങ്ങൾ എതിരുവാണ്. പക്ഷെ പത്രപ്രവർത്തകര് അവരുടെ ഒരു ആക്ടിവിസത്തിലേക്ക് പലപ്പോഴും പത്രപ്രവർത്തകർ കടക്കാറുണ്ട്. അവർക്ക് ശരിയാണ് ജോർജ് ജോസഫ് സാർ പറഞ്ഞ പോലെ അവർക്ക് പലപ്പോഴും പല രീതിയിലും പലപ്പോഴും അവർക്ക് പല സോഴ്സും മറ്റുള്ളവർ അറിയുന്നതിന് മുമ്പേ, പോലീസ് അറിയുന്നതിന് മുമ്പേ ചിലപ്പോൾ അവർക്ക് ചില വിവരങ്ങൾ ചോർന്നു കിട്ടാറുണ്ട്. അത് ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പത്രപ്രവർത്തകങ്ങളുമായിട്ടുള്ള ചില ബന്ധങ്ങളാണ്. ചില രാഷ്ട്രീയ പ്രവർത്തകർ പറയും ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്യാൻ പോകുന്നു. അവർക്ക് സ്വാധീനമുള്ള ഏതെങ്കിലും 1-2 പത്രപ്രവർത്തകരെ വിളിച്ച് പറയാറുണ്ട്. അവർ ആ ന്യൂസ് പെട്ടെന്ന് ഫ്ലാഷ് ന്യൂസ് ആയിട്ടൊക്കെ TV-ലൊക്കെ വരാറുണ്ട്. അത് പത്രങ്ങളുടെ ഒരു നിലനിൽപ്പിന്റെ ഭാഗവും അവർക്ക് റേറ്റിംഗ് കൂട്ടുന്നതിന് കാണിക്കുന്ന ചില രീതികളുമൊക്കെയാണ്. ആദ്യം ആ ന്യൂസ് കിട്ടും, നിങ്ങളൊരു രീതി കാണിക്കുമല്ലോ, ജനം TV എക്സ്ക്ലൂസീവ്. ഇപ്പൊ ഒരു സ്ഥിരം വാർത്തയാണ്, ബ്രേക്കിംഗ് കാണിച്ചിട്ട് ഒരു ചാനലിന്റെ എക്സ്ക്ലൂസീവ് ന്യൂസ്. അപ്പൊ ഈ ന്യൂസുകൾ തീർച്ചയായിട്ടും കിട്ടണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട ആ രാഷ്ട്രീയ പാർട്ടിയുമായിട്ടോ അല്ലെങ്കിൽ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ടോ ചില ഏജൻസികൾ ഇതിനിടയിൽ വർക്ക് ചെയ്യുന്നുണ്ടാകും. ഇവിടുത്തെ പ്രശ്നം അതൊന്നും അല്ല. ഇപ്പൊ ജോർജ് ജോസഫ് സാർ പറഞ്ഞ ഒന്നല്ല, ന്യൂസ് 24ന്റെ ഒരു പത്രപ്രവർത്തകർക്കെതിരെയും ഒരു കേസെടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ 2-3 കേസുകൾ പത്രപ്രവർത്തകർക്കെതിരെയും നവകേരള സദസ്സുമായി വന്നിട്ടുണ്ട്. അപ്പൊ ഇത് അതുമായിട്ട് ബന്ധപ്പെട്ട കേസല്ല. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട എല്ലാ മഹിളാ മോർച്ചയുടേത് അത് വേറെ കേസുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇവിടെ പത്രപ്രവർത്തകർക്കെതിരെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പത്രപ്രവർത്തകരെ പരിപൂർണമായ സ്വാതന്ത്ര്യത്തോടെ തന്നെ വിടണം എന്ന അഭിപ്രായത്തിലുള്ളതാണ് ഞാൻ. പക്ഷേ ആ സ്വാതന്ത്ര്യം പലപ്പോഴും പല പത്രപ്രവർത്തകരും അതൊരു ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്നത് പോലെ അതൊരു ആക്ടിവിസമായിട്ട് മാറുകയും ചില തെറ്റായ വഴികളിലൂടെ
ജനങ്ങളെ തന്നെ നയിക്കാറുണ്ട്. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ശ്രീ കാനൻ രാജേന്ദ്രൻ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞു, പലപ്പോഴും ജനങ്ങളെ അന്വേഷണ ഉദ്യോഗസ്ഥരെയും തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നത് ഒന്ന് പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ, പിന്നീട് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം വൈകിട്ടുള്ള ഈ ചർച്ചകൾ. പല ചർച്ചകളിലും കോടതിയിൽ നിൽക്കുന്ന കേസിന് പോലും വിധി പറയുകയാണ്. ചർച്ചയ്ക്ക് വരുന്നവർ ആ കേസ് എന്താണെന്ന് പോലും പഠിക്കാതെ വന്നിരുന്നുകൊണ്ട് വിധി പറയുകയാണ്. അപ്പൊ പത്രപ്രവർത്തനം പലപ്പോഴും, നേരത്തെ ശ്രീ അനിൽ നമ്പ്യാർ പറഞ്ഞത് ശരിയാണ്, പത്രപ്രവർത്തനം വളരെ സുതാര്യമായിരുന്നു, അവർ വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ അങ്ങനെയല്ല. ഒരു ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ആ ഗവൺമെന്റിനെ അനുകൂലിക്കുന്ന 1-2 ചാനലുകൾ, പ്രതികൂലിക്കുന്ന കുറെ ചാനലുകൾ, അവര് തീർച്ചയായിട്ടും ഗവൺമെന്റിനെതിരെയുള്ള വാർത്തകൾ ദൈനംദിനമായിട്ട് ഗവൺമെന്റിനെ കരുതേച്ച് കാണിക്കുന്ന വാർത്തകൾ ഇടാറുണ്ട്. അപ്പൊ ആ പത്രപ്രവർത്തനം തീർച്ചയായിട്ടും അത് ജനങ്ങളുടെ ഇടയിലേക്ക് തെറ്റായ സന്ദേശങ്ങൾ പകരുന്നു. ആ രീതിയിലുള്ള പത്രപ്രവർത്തനങ്ങൾക്ക് നമുക്ക് തീർച്ചയായിട്ടും എതിരാണ്. പക്ഷെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു അങ്ങനെ രീതിയിൽ തെറ്റായ അല്ലെങ്കിൽ പോലും ശരിയാണെങ്കിൽ പോലും അവർക്കെതിരെ ഉണ്ടാകുന്ന കേസുകൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ വളരെ സൂക്ഷ്മതയോട് വേണം കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ. ഇവിടെ ഈ 3 പത്രപ്രവർത്തകർ ഒരു പക്ഷേ ഇതിനകത്ത് കയറിയിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ നോൺ ബെയിലബിൾ ഒഫൻസ് അട്രാക്ട് ചെയ്യത്തക്ക രീതിയിലുള്ള കോൺസ്പെറസിയുടെ ഭാഗമാണോ അവര്, അതുപോലെ ക്രിമിനൽ ട്രസ്പാസിന്റെ ഭാഗമാണോ, അതോ ഇവര് മഹിളാ മോർച്ച പ്രവർത്തകരുമായിട്ട് ചേർന്ന് എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അവരുടെ അതിനകത്ത് പറയുന്നത്, while examining the video of the protest, these journalists were seen entering the DGP office along with the protesters. It is feeling that the journalists were part of the conspiracy to trespass into DGP office. ഇതാണ് അവരുടെ ഒരു പത്രത്തിന്റെ ഒരു കുറിപ്പായിട്ട് പുറത്തു വന്നിട്ടുള്ളത്. അപ്പൊ അവരുടെ ഒരു കാഴ്ചപ്പാടിൽ ഈ DGPയുടെ ഓഫീസിലേക്ക് ട്രസ്പാസ് ചെയ്യുന്നത് ഈ പത്രക്കാരും ഈ മഹിളാ മോർച്ച പ്രവർത്തകരും ചേർന്നുണ്ട ഒരു കോൺസ്പിറസിയുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് തോന്നിക്കുന്നെന്ന് പറഞ്ഞൊരു കുറിപ്പാണ് പുറത്തു വന്നത്. അതിന്റെ പെരുവാചകമാണ് ഞാൻ വായിച്ചത്. ഇപ്പം ആ ഒരു കാഴ്ചപ്പാടിലായിരിക്കണം അങ്ങനെ ഒരു കേസ് എടുത്തിട്ടുള്ളത്. ഇവിടെ അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ഷൂ എറിഞ്ഞു എന്ന് പറഞ്ഞ കൊച്ചിന് 308 എടുത്തു, അതിനകത്ത് നിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതി അതിന് ജാമ്യം കൊടുക്കുകയും ചെയ്തു. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ അവർ അറസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ FIR തന്നെ കാശ് ചെയ്യത്തക്ക രീതിയിൽ ഈ പത്രപ്രവർത്തകർക്ക് ഹൈക്കോടതിയെ സമീപിക്കാവുന്നതാണ്. അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന നല്ല അഡ്വക്കേറ്റ് അല്ല. പക്ഷേ അതൊക്കെ പലതും ഇപ്പോ എന്തായാലും FIR ഇട്ടു, അതിന്റെ പുറകെ നടക്കണ്ടേ? അങ്ങനെ നടത്തിക്കാന്നുള്ളതല്ലേ നിങ്ങളുടെ ഉദ്ദേശം? അല്ല, എനിക്കെതിരെ FIR ഇട്ടാലും ഞാനത് ഒന്നുകിൽ അത് കാഴ്ച ചെയ്യണോ അല്ലെങ്കിൽ ഞാനത് കോടതിയിൽ അത് ചലഞ്ച്. തീർച്ചയായിട്ടും ആ കേസ് ഞാൻ നടത്തിയല്ലേ പറ്റും. അതല്ലെങ്കിൽ ഇത് ഇടുന്ന ഏജൻസികൾക്ക് സമയം വെറുതെ കളയല്ലേ? കേസ് അവർക്ക് റഫർ എഴുതി കളയാനുള്ള അധികാരവും ഇതിടുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരുണ്ട്. FIR എടുത്തതിന് ശേഷം കേസ് ചാർജ് ചെയ്യാതെ റഫർ എഴുതി കളയാം, RC കൊടുക്കാന്ന് പറയും. അപ്പം അത് അതിനകത്ത് വരുന്നൊരു കാര്യമാണ്. അപ്പൊ അത് രണ്ടാമതുള്ളൊരു കാര്യമാണ്, നമുക്കതിലൊരു കേസ് വന്നാൽ ആ കേസിന്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് കോടതിയിൽ ചലഞ്ച് ചെയ്യാം. പക്ഷെ അതിന്റെ പേര് പറഞ്ഞത് ശരിയാണ്, ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഇതിന്റെ നമ്മൾ പല കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോൾ ഇതിന്റെ യാഥാർത്ഥ്യം പുറത്തു വരട്ടെ. ഒരുപക്ഷെ അവരുടെ ഒരു ഫൈൻഡിങ്സ് ആണ് ഞാൻ വായിച്ചത്. അവരുടെ പുറത്തു വന്ന ഒരു നോട്ടിലെ പ്രധാനപ്പെട്ട ഒരു വാചകമാണ് ഞാൻ വായിച്ചത്. അപ്പൊ അവരുടെ കാഴ്ചപ്പാടിൽ ഇവര് പത്രപ്രവർത്തകരോട് മഹിളാ മോർച്ചയുടെ പ്രവർത്തകരോടൊപ്പം ചേർന്ന് ഗൂഢാലോചന നടത്തി ട്രസ്പാസ് ചെയ്ത് കുറ്റകരമായി പ്രവേശിച്ച് അവരോടൊപ്പം ചേർന്ന് ചില തെറ്റുകൾ ചെയ്യാൻ അവര് അങ്ങനെ ഫീൽ ചെയ്തിരിക്കുന്നു. താങ്കൾ കരുതുന്നുണ്ടോ ഈ പത്രപ്രവർത്തകർ, ഈ മാധ്യമപ്രവർത്തകർ അങ്ങനെ ചെയ്തു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ പത്രമാധ്യമങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്ന പലപ്പോഴും അവർ വ്യക്തമായ കേരളത്തിൽ നമുക്കറിയാം, ദൃശ്യമാധ്യമങ്ങളായാലും നമ്മൾ വായിക്കുന്ന പത്രങ്ങൾ എടുക്കും. ഏതെങ്കിലും ഒരു പത്രത്തിന് പറയാൻ പറ്റും ഇത് നിഷ്പക്ഷമായ ഒരു പത്രമാണ്? ഒരു പത്രത്തിന് പറയാൻ പറ്റില്ല. എല്ലാത്തിനും ഓരോ രാഷ്ട്രീയ ചായ്വിലാണ് അവരെഴുതുന്നത്. ഒന്നുകിൽ ഭരണകക്ഷി, അതല്ലെങ്കിൽ പ്രതിപക്ഷം, അതും അല്ലെങ്കിൽ ഒരു മൂന്നാം മുന്നണി. ഈ 3 രീതിയിലാണ് പത്രം നിൽക്കുന്നത്. നിഷ്പക്ഷമായിട്ട് എഴുതുന്ന ഒരു പത്രം പോലും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇത് ഏതാണ് ഇതിനകത്തുള്ള ശരിയെന്ന് നമുക്ക് ഇല്ല. കൊല്ലത്തെ ഒരു സംഭവം നിങ്ങൾ പല ചാനലിൽ റിപ്പോർട്ട് ചെയ്തതാണ്. ഒരു മിലിറ്ററിക്കാരന്റെ പുറത്ത് PDP ഒരു പ്രശ്നമൊക്കെ ഉണ്ടായി, പോപ്പുലർ ഫ്രണ്ട്. അത് പിന്നീടാണ് നമുക്ക് അതിന്റെ സത്യാവസ്ഥ പോലീസ് അന്വേഷിച്ച് അതിന്റെ ഇന്ന് ഒരു വാർത്ത വന്നല്ലോ. ഇന്ന് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചാണ് ഒരു വാർത്ത, ഒരു ആൾക്കൂട്ട പിരിവിനെ കുറിച്ച് വന്ന് കാറുകാരനെ തടഞ്ഞു നിർത്തി അടിക്കുന്ന വാർത്ത. അങ്ങനെ തെറ്റായ വാർത്ത കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ എഫക്റ്റഡ് പാർട്ടിക്ക് ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്യാം അല്ലേ? ഇതിപ്പോ നോൺ ബെയിലബിൾ ഒഫൻസസ് വെച്ചിട്ട് ഇവർ കൂടി ആ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ട്, ഇവർ കൂടി ചേർന്നാണ് ട്രസ്പാസ് ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ നോക്കൂ, ഇതാണോ പോലീസിങ്? നിയമം വിട്ടുള്ള കളിയല്ലേ ഇത്? ഇതിനകത്ത് ഡിഫമേഷൻ മാത്രമല്ല, മലീഷ്യസ് സ്യൂട്ട്, നഷ്ടപരിഹാരത്തിന് കോടതിയിൽ മലീഷ്യസ് സ്യൂട്ട് ആ ഉദ്യോഗസ്ഥർക്കെതിരെ
ഈ അടുത്ത സമയത്ത് രാംകുമാർ സാർ ഒരു ചർച്ചയിൽ വന്നിടത്തോണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. പലപ്പോഴും പലർക്കും ചെയ്യാവുന്നൊരു കാര്യം, എനിക്കെതിരെ തെറ്റായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കേസെടുത്താൽ അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ ലയബിലിറ്റിക്ക് അല്ല പോകേണ്ടത്. അദ്ദേഹം പ്രതിയായിട്ട് കോടതിയിൽ വന്നിരിക്കും സിവിൽ കേസ് ഫയൽ ചെയ്യണം, മലീഷ്യസ് സ്യൂട്ട് ഫയൽ ചെയ്യണം. അങ്ങനെ 1.5 ലക്ഷം രൂപ നഷ്ടപരിഹാരം ഈ കേസിന്റെ പിറകെയൊക്കെ നടക്കാൻ സമയമില്ലല്ലോ. തീർച്ചയായിട്ടും ഉണ്ടാകണം. അപ്പൊ നിങ്ങളെ ദ്രോഹിക്കുക, നിങ്ങളുടെ നയം എന്താണ്? ഇങ്ങനെ ദ്രോഹിക്കുക, ആരെങ്കിലും ഞങ്ങളെ വിമർശിച്ചു കഴിഞ്ഞാൽ അവനിട്ടൊരു പണി കൊടുക്കുക. അല്ല, ഇതിന്റെ യാഥാർത്ഥ്യം എനിക്കോ അനിൽ നമ്പ്യാർക്കോ കറക്റ്റായിട്ട് അറിയുന്നത് നമ്മുടെ കയ്യിൽ എന്റെ വ്യക്തമായ വീഡിയോ ക്ലിപ്പിങ്ങുകളില്ല. അതുണ്ടെങ്കിൽ വ്യക്തമായിട്ട് ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് ആർക്കും മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ അവർ പറയുന്ന ഇവരുടെ ഉദ്ദേശം അതായിരുന്നെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ നാളെ തെറ്റാണെന്ന് വരില്ല. നമ്മുടെ പലപ്പോഴും പല ചർച്ചകളും, ഇന്നത്തെ ചർച്ചകൾ നാളത്തെ, ഞാൻ ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. ചാനൽ ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പ്രധാനപ്പെട്ട വാർത്ത വന്ന് കുറച്ച് ഒരു കാറുകാരനെ തടഞ്ഞു നിർത്തി പിരി കൊടുക്കാൻ അടിക്കുന്നു. അവിടുത്തെ SP അന്വേഷിച്ച് റിപ്പോർട്ട് വന്നപ്പോഴത്തെ അങ്ങനെ ഒരു സംഭവം ഇല്ല, അതൊരു ഫേക്ക് വീഡിയോ ആയിരുന്നു. ഞാനും അത് കണ്ടപ്പോൾ തോന്നിച്ചിട്ട് ചേട്ടാ പൈസ അതിന്റെ ഇല്ലെന്ന് പറഞ്ഞാൽ ആ ചെറുപ്പക്കാരനെ പിടിച്ചിറക്കിയായിട്ടൊരു അടിക്കുകയാണ്. അപ്പൊ അതൊരു ഫേക്ക് വീഡിയോ ആയിരുന്നു. ഇന്ന് അതിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ? ശരിയാണെങ്കിൽ ഇത് കേസെടുത്ത് ഉദ്യോഗസ്ഥരെ തെറ്റു പറയാൻ പറ്റുമോ? ശരിയാണെങ്കിൽ അത് കറക്റ്റ് ആണ് കേസെടുത്തിരിക്കുന്നത്. തെറ്റാണെങ്കിൽ അവർക്ക് ഞാൻ പറഞ്ഞതുപോലെ ഡിഫമേഷനേക്കാൾ ഉപരിയായിട്ട് മലീഷ്യസ് ഇപ്പൊ ഇന്നോ നാളെയോ തീരുന്നതല്ലല്ലോ ഇത്. അല്ല, ഇത് നിയമപരമായ കാര്യങ്ങൾ ഒരു ദിവസം കൊണ്ട് തീരില്ലല്ലോ. അതൊരു വളരെ വലിയ പ്രോസസ് അല്ലേ. ഓക്കെ, സന്ദീപ്, ഇപ്പോൾ ജനൻ TV ക്കെതിരെ എല്ലാ ദിവസവും ഇപ്പോൾ ഓരോ കേസ് വന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ 2 മാധ്യമപ്രവർത്തകർ, പിന്നെ ജന്മഭൂമിയിലെ ഫോട്ടോഗ്രാഫർ അനിൽ ഗോപി, അവർക്കെതിരെയുള്ള ഒഫൻസസ്, നോൺ ബെയിലബിൾ ഒഫൻസസ്, അവർ ഗൂഢാലോചന നടത്തി അതിക്രമിച്ചു കയറി എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മറ്റൊരു FIR വന്നു. അതായത് ശബരിമലയിൽ ഒരു അയ്യപ്പ ഭക്തനെ പോലീസ് മർദ്ദിച്ചു. ആ മർദ്ദിച്ചത് അത് ശരിയല്ല എന്ന് പറഞ്ഞ് അവിടെയുള്ള നമ്മുടെ ശബരിമല റിപ്പോർട്ടർക്കെതിരെ, പിന്നെ കണ്ടാൽ അറിയാവുന്ന റിപ്പോർട്ടർമാർക്കെതിരെയൊക്കെ കേസെടുത്തിരിക്കുകയാണ്. അനുദിനം ഇങ്ങനെ കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. എനിക്കെതിരെ ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് കേസെടുത്തു. പിന്നെ വർഗീയ ലഹള, മതസ്പർദ്ധ വളർത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ പുറകെ നടക്കുക. ഹൈക്കോടതിയിൽ പോകേണ്ടി വന്നു. മുൻകൂർ ജാമ്യത്തിന് നീങ്ങി. പിന്നെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി ഡയറക്ഷൻ നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോയി സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ അടുത്ത റിപ്പോർട്ട് കോടതിയിൽ പോയിരിക്കുന്നു. അതായത് അന്വേഷണവുമായിട്ട് സഹകരിക്കുന്നില്ല എന്നുള്ളത്. മൊബൈൽ ഫോൺ കൊടുത്തില്ല. എന്നടുത്ത് മൊബൈൽ ഫോൺ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കുമായിരുന്നു. അപ്പോൾ മൊബൈൽ ഫോൺ കൊടുക്കാൻ കോടതി പറഞ്ഞു. മൊബൈൽ ഫോൺ കൊണ്ട് കൊടുത്തു. അത് സീസ് ചെയ്തു. ഇപ്പോൾ അവരുടെ കസ്റ്റഡിയിലാണ്. ഇനിയിപ്പോൾ വീണ്ടും കോടതിയിൽ നിന്ന് ഡയറക്ഷൻ വന്നിരിക്കുകയാണ്, 2 ആഴ്ചക്കുള്ളിൽ വീണ്ടും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം എന്ന്. എന്തായാലും മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു പരിരക്ഷയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിപ്പോൾ സർക്കാർ ഇങ്ങനെ ഒരു നയവുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ സ്വതന്ത്രമായിട്ട് മാധ്യമപ്രവർത്തനം എങ്ങനെ നടത്തും? മനുഷ്യന് വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ല, അപ്പോഴാണ് മാധ്യമപ്രവർത്തനം. കേരളത്തിൽ പിണറായി ഭരിക്കുമ്പോൾ മാധ്യമപ്രവർത്തകർക്ക് മാത്രമാണോ അതിലെ സ്വാതന്ത്ര്യം ഇല്ലാത്തത്? പിണറായി വിജയൻ ഭരിക്കുമ്പോൾ CPMകാരല്ലാതെ ആർക്കും അവിടെ സ്വാതന്ത്ര്യമുള്ളത്? അപ്പോൾ അതിപ്പോൾ നമ്മൾ കണ്ടില്ലേ, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിക്കാൻ പറ്റില്ല, മാധ്യമപ്രവർത്തനം പറ്റില്ല, സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനം പറ്റില്ല, ആരാധന പറ്റില്ല, എല്ലാത്തിനും വിലക്കാണല്ലോ. പിണറായി തീരുമാനിക്കുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങളൊന്നും പോകേണ്ടതില്ല എന്ന ധാർഷ്ട്യവും ധിക്കാരവുമാണല്ലോ നമ്മൾ കണ്ടുകൊണ്ട്. ഇതാണ് യഥാർത്ഥ സ്റ്റാലിനിസ്റ്റ് സ്വഭാവം. ഇവരെല്ലായ്പ്പോഴും മറ്റുള്ളവർ മേലിൽ ആരോപിക്കുന്ന ഫാസിസം എന്ന് പറയുന്നത് എന്താണെന്ന് മലയാളി കാണാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിൽ എനിക്ക് പറയാനുള്ളത്, പിണറായി വിജയൻ ഇങ്ങനെ തന്നെ തുടരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാര്യം എങ്കിൽ മാത്രമേ ഇവരെ ജനം അടിച്ചിറക്കുന്ന കാലം ഉടനെ തന്നെ സംഭവിക്കുള്ളൂ. അതുകൊണ്ട് ഇവരിങ്ങനെ തന്നെ തുടരട്ടെ. പിണറായി വിജയൻ്റെ ഭരണത്തിൽ ആർക്കാണ് നീതിയുള്ളത്? ഇവിടെ നിയമമുണ്ടോ? എന്താണ് ഇപ്പോൾ മഹിളാ മോർച്ചയുടെ പ്രവർത്തകർക്കെതിരെയും ജന്മഭൂമിക്കും ജനത്തിനുമെതിരെയൊക്കെ കേസെടുത്തത് വാളയാർ സംഭവത്തിൻ്റെ പേരിൽ പ്രതിഷേധിച്ചതിനാണ്. എന്താ വാളയാറിൽ മരിച്ച കൊല്ലപ്പെട്ട 2 പെൺകുഞ്ഞുങ്ങൾക്ക് നീതി കിട്ടിയിട്ടുണ്ടോ? CPMകാരൻ പ്രതിയായതുകൊണ്ട് അവിടെ നീതിയില്ല. ഇടുക്കിയിൽ വണ്ടിപ്പെരിയാറിൽ എന്താ സംഭവിച്ചത്? അവിടെ നീതിയില്ല. അപ്പം അതുകൊണ്ട് ഇപ്പം മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അനിൽ നമ്പ്യാർക്ക് താങ്കൾ വ്യവഹരിക്കുന്ന മേഖലയിൽ സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്നത് പോലെ കേരളത്തിലെ ഒരു മനുഷ്യനും നീതിയില്ല. നിർഭയമായി സഞ്ചരിക്കാനുള്ള അവസ്ഥയുണ്ടോ കേരളത്തിൽ? നിർഭയമായി വ്യവസായം തുടങ്ങാൻ പറ്റുന്നുണ്ടോ? നിർഭയമായി പ്രസംഗിക്കാൻ, സംസാരിക്കാൻ, അഭിപ്രായ പ്രകടനം, എന്തിനാണ് സ്വാതന്ത്ര്യമുള്ളത്? അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങുകയാണെങ്കിൽ കേരളം ഒരു ചൈനയോ അല്ലെങ്കിൽ ഉത്തര കൊറിയയോ ഒക്കെ ആയി മാറുന്ന കാലം അതിവിദൂരമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇത് കേട്ടുകഴിവില്ലാത്ത സംഭവമാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പണ്ടത്തെ ഒരു സംഭവമാണ് ഓർമ്മ വരുന്നത്. എനിക്ക് തോന്നുന്നു അനിൽ നമ്പ്യാർക്ക് അത് വളരെ കൃത്യമായിട്ട് അറിയാമായിരിക്കും. പണ്ട് ആൻ്റണി ഭരിക്കുമ്പോഴാണെന്ന് തോന്നുന്നു പത്മതീർത്ഥക്കുളത്തിൽ ഒരാളെ മുക്കിക്കൊന്നൊരു സംഭവം.
ഓർമ്മയുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നു. അനിൽ നമ്പ്യാർ സൂര്യ ടി വിയിൽ വർക്ക് ചെയ്യുന്ന കാലമാണെന്ന് ഞാനാണത് റിപ്പോർട്ട് തോന്നുന്നു. അതാണോ തത്സമയം? എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായ ഒരു തത്സമയ സംഭവം നമ്മൾ പറയുന്ന വാർത്തകളൊക്കെ തത്സമയം വരുന്നതിന് വർഷങ്ങൾക്ക് മുൻപായിരുന്നല്ലേ? അപ്പോൾ കേരളത്തിൽ ആദ്യമായി തത്സമയം കാണിക്കപ്പെട്ട ഒരു ദൃശ്യം എന്നൊരു ചരിത്ര പ്രാധാന്യം കൂടി ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്തായിരുന്നെങ്കിൽ ആ ക്യാമറമാനും റിപ്പോർട്ടർക്കുമെതിരെ കൊലപാതക കുറ്റത്തിന് കേസെടുക്കണ്ടേ? കാരണം നിങ്ങളാണല്ലോ അത് കാണിച്ചത്. ജീവപര്യന്തം ഉറപ്പല്ലേ കൊലപാതക കുറ്റത്തിന്? കാര്യം പത്മതീർത്ഥ കുളത്തിൽ ഒരു സാധു മനുഷ്യനെ, ഒരു മാനസിക വിഭ്രാന്തി ഉള്ള ഒരാൾ മുക്കിക്കൊല്ലുകയാണ്. ആ 100 കണക്കിന് ജനങ്ങൾ നോക്കി നിൽക്കുന്നു, ഫയർഫോഴ്സും പോലീസും നോക്കി നിൽക്കുന്നതായിട്ടാണ് അന്നത്തെ ദൃശ്യങ്ങളിൽ നിന്നും ഞങ്ങളൊക്കെ കണ്ടത് അല്ലേ? അപ്പോൾ അത് സംപ്രേഷണം ചെയ്തത് സൂര്യ ടി വി ആയിരുന്നു. അപ്പോൾ സൂര്യ ടി വിയിലെ ക്യാമറാമാൻ, അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ അടക്കമുള്ളവർക്കെതിരെ കൊലപാതക ശ്രമത്തിനാണ് കേസെടുക്കുക. കൊലപാതക ശ്രമത്തിനല്ല, കൊലപാതകത്തിന് കേസെടുക്കണം. അപ്പോൾ പിണറായി വിജയനാണ് അന്ന് ഭരിക്കാതിരുന്നത് കൊണ്ട് അനിൽ നമ്പ്യാർക്ക് ഇന്ന് ജനം ടി വിയുടെ ഫ്ലോറിൽ നിന്ന് വാർത്ത വായിക്കാൻ പറ്റുന്നു എന്ന് ആശ്വസിക്കുകയാണ് വേണ്ട. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ജീവപര്യന്തം തടവൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി വരേണ്ടി വന്നേനെ. അപ്പോൾ അതാണ് കേരളത്തിലെ അവസ്ഥ. നിങ്ങൾ നോക്കൂ, ഇങ്ങനെ അങ്ങോട്ടാണ് കേരളത്തിൻ്റെ പൊതുരംഗത്തെ പിണറായി വിജയൻ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ കേരളത്തിൻ്റെ ജനാധിപത്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെ എവിടെയാണ് ചെന്ന് നിൽക്കുക? ഇപ്പോൾ ഭരണത്തിലിരിക്കുന്നവന്മാരും മാന്യന്മാരൊന്നും അല്ലല്ലോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടതിന് പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള മാന്യന്മാരാണ് ഇന്ന് കേരളത്തിലെ പല മന്ത്രിമാരും MLA-മാരും. ഇതാർക്കും അറിയാത്തതാണോ? PDPP ആക്ട് പ്രകാരം എത്ര പേർക്കെതിരെ കേസുണ്ട്? അങ്ങനെയുണ്ടെങ്കിൽ ഇനി സെക്രട്ടേറിയറ്റ് നടയിൽ നടക്കുന്ന എല്ലാ സമരങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാ മാധ്യമപ്രവർത്തകർക്കെതിരെയും കേസെടുക്കണ്ടേ? മഹിജ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ തെരുവിൽ വലിച്ചിഴച്ചില്ലേ? അത് മാധ്യമങ്ങൾ കാണിച്ചില്ലേ? അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ സ്ത്രീയെ ആക്രമിച്ചതിന് ഇവിടെ കേസെടുക്കണമല്ലോ. അത് നോക്കി നിന്ന ഒരു മനുഷ്യനാണ് ഇപ്പുറത്തിരിക്കുന്നത്, സന്ദീപിന്റെ. അത് നോക്കി നിന്നതിന് ഒരാഴ്ച അകത്ത് കിടന്ന മനുഷ്യനാണ്. അപ്പൊ ഞാനതാ പറഞ്ഞത്, അങ്ങനെയാണ് പിണറായി വിജയൻ കേരളത്തെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നു പിണറായി വിജയന് അടിസ്ഥാനപരമായി വിമർശനം ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. അത് എന്നെക്കാട്ടി നന്നായിട്ട് ശ്രീ KM ഷാജഹാന് പറയാൻ പറ്റും. എനിക്കൊന്ന് മലപ്പുറം സമ്മേളന കാലയളവ് മുതലാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് ഈ മാധ്യമങ്ങളോടുള്ള ഒരു അതൃപ്തി പ്രകടമായി തുടങ്ങിയത് അല്ലേ? അദ്ദേഹം KM ഷാജഹാൻ അത് കൃത്യമായി പറയുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ മലപ്പുറം സമ്മേളന കാലഘട്ടം മുതൽ പിണറായി വിജയനെതിരെ എന്തോ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തു എന്നത് പ്രമാണിച്ച് എല്ലാ മാധ്യമങ്ങളെയും ശത്രുപക്ഷത്ത് നിർത്തിയല്ലേ പിണറായി വിജയൻ പെരുമാറുന്നത്. അപ്പോൾ അതുകൊണ്ട് അടിസ്ഥാനപരമായി പിണറായി വിജയൻ ഒരു ഫാസിസ്റ്റാണ്, ഒരു സ്റ്റാലിനിസ്റ്റാണ്. അപ്പോൾ ഒരു സ്റ്റാലിനിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും എതിരഭിപ്രായത്തെ മാനിക്കാനോ തന്നിൽ നിന്നും വ്യത്യസ്തമായ അഭിപ്രായം പറയുന്ന ഒരാളെ അംഗീകരിക്കാനോ ഒന്നും കഴിയില്ല എന്ന് ലോകത്തിലെ എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും തെളിയിച്ചിട്ടുണ്ടല്ലോ. ഇന്ത്യയിൽ ജനാധിപത്യത്തിൽ ഗതികേട് കൊണ്ട് ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുന്നവരാണല്ലോ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ. അല്ലാതെ കമ്മ്യൂണിസവും ജനാധിപത്യവും തമ്മിൽ എന്താ ബന്ധമുള്ളത്? കമ്മ്യൂണിസവും ജനാധിപത്യവും തമ്മിൽ ബന്ധമുണ്ട്. രണ്ട് വിരുദ്ധ ധ്രുവങ്ങളിൽ സഞ്ചരിക്കുന്ന രണ്ട് പ്രത്യയശാസ്ത്രങ്ങളല്ലേ കമ്മ്യൂണിസവും ജനാധിപത്യവും. കമ്മ്യൂണിസമുള്ള രാജ്യങ്ങളിൽ ജനാധിപത്യമില്ല, ജനാധിപത്യമുള്ള രാജ്യങ്ങളിൽ കമ്മ്യൂണിസവുമില്ല. അത് ഇന്ത്യയിൽ മാത്രമാണ് ഈ ജനാധിപത്യ മേഖലയുമായി പ്രവർത്തിക്കാൻ അവരുടെ ഗതികേട് കൊണ്ടാണ്. അപ്പോൾ പാർട്ടിയുടെ നയത്തിൽ മാറ്റം വരുത്തി അടവ് നയമായി സ്വീകരിച്ച് ജനകീയ ജനാധിപത്യ വിപ്ലവം എന്നൊക്കെയുള്ള ഓമന പേരിട്ട് ജനാധിപത്യവുമായി സഹകരിക്കുന്നത് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിക്കുന്നത്. അല്ല എങ്കിൽ അടിസ്ഥാനപരമായ ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ സ്വഭാവമാണ് പിണറായി വിജയൻ കാണിക്കുന്നത്. ഇങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് പെരുമാറാൻ സാധിക്കുകയുള്ളൂ. കാരണം ലോകത്തിലുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും ഇങ്ങനെ തന്നെയാണ് പെരുമാറിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് പണ്ട് സുരാജ് വെഞ്ഞാറമൂട് ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ മുഖത്ത് എത്ര വിനയം വാരിക്കോരി തേച്ചാലും ഉള്ളിലുള്ള ഫ്രാഡുകൾ പുറത്തു വരുമെന്ന് പറഞ്ഞതുപോലെ പിണറായി വിജയൻ എത്ര മാന്യത ശ്രമിച്ചാലും എത്ര വലിയ ജനാധിപത്യവാദിയാകാൻ ശ്രമിച്ചാലും ഉള്ളിൽ കിടക്കുന്ന ഫാസിസ്റ്റ് മനസ്ഥിതി, ഉള്ളിൽ കിടക്കുന്ന സ്റ്റാലിനിസ്റ്റ് മനോഭാവം പല രീതിയിൽ പുറത്തു വരും. അത് തന്നെ വിമർശിക്കുന്നവരോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞിട്ടായാലും പാർട്ടിയിലുള്ളവരെ വെട്ടിനിർത്തി മുന്നേറുന്ന കാഴ്ചയിലായാലും പ്രതിപക്ഷ കക്ഷികളോട് പെരുമാറുന്ന കാര്യത്തിലായാലും രാഷ്ട്രീയ പ്രതിയോഗികളോട് ആയുധം കൊണ്ട് പെരുമാറുന്ന കാര്യത്തിലായാലും ഒക്കെ പിണറായി വിജയൻ അത് കാണിച്ചു തരുന്നില്ലേ കഴിഞ്ഞ കുറേ കാലമായി? കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചില സങ്കല്പങ്ങളുണ്ടായിരുന്നില്ല ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വാ തുറക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അല്ലേ? പഴയ എന്താ പറയുക, പണ്ടൊക്കെ നമ്മൾ ക്ഷമിക്കണം ബഹുമാനപ്പെട്ട പട്ടാളക്കാരിതൊക്കെ കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് ഈ പട്ടാളത്തിലൊക്കെ അരി വെക്കാൻ പോയവർ തിരിച്ചു വന്നിട്ട് ഞാൻ യുദ്ധത്തിൽ പങ്കെടുത്ത ഗീർവാണം പറയുന്ന രീതിയിലല്ലേ ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പെരുമാറുന്നത്. എന്നെ തോക്ക് കാണിച്ചു, വടിവാള് കാണിച്ചു, ഇരട്ട ചങ്കനാണ്, പ്രത്യേക ആക്ഷൻ കാണിച്ചു, സുധാകരനെ ഞാൻ ഇടിച്ചു വീഴ്ത്തി എന്നൊക്കെ ഒരു പക്വതയുള്ള ഒരു നേതാവ് പ്രതികരിക്കുന്ന രീതിയിലാണോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രതികരിക്കുന്നത്? അപ്പോൾ സ്വാഭാവികമായും ഇത്രയേറെ ദുഷിച്ച മനസ്ഥിതിയുള്ള, ഇത്രയേറെ ഇടുങ്ങിയ മനസ്ഥിതിയുള്ള ഒരാൾ
മുഖ്യമന്ത്രിയായാൽ ആ സ്ഥലം അതിൻ്റെ കുഴപ്പങ്ങൾ അനുഭവിച്ചേ പറ്റുകയുള്ളൂ. അത് ഭാരതീയമായ സങ്കല്പപ്രകാരം അങ്ങനെയാണ്. പണ്ട് പറയുമായിരുന്നു യഥാ രാജ തഥാ പ്രജ എന്ന്. ഇന്ന് തിരികെയാണ് യഥാ പ്രജ തഥാ രാജ. ഇന്ന് എപ്രകാരമാണ് ഒരു രാജാവ്, ആ രാജാവിൻ്റെ മനോവൈകൃതങ്ങൾ ആ രാജ്യത്തിൻ്റെ ഭാവിയെ സ്വാധീനിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് ഇന്ന് പിണറായി വിജയൻ. പിണറായി ഭരിക്കുന്ന കേരളത്തിൽ ഇങ്ങനെയേ ഇന്ന് സംഭവിക്കുകയുള്ളൂ. പിണറായിയുടെ മനോവൈകൃതങ്ങളാണ് മലയാളിയുടെ മേൽ ഇന്നൊരു അശനിവാദം പോലെ വീണിരിക്കുകയാണ്. അത് കുറേ കാലം കൂടെ അനുഭവിച്ച് തീർക്കുക എന്നതല്ലാതെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? പ്രതിപക്ഷത്തിന് മിണ്ടാൻ പറ്റില്ല, മാധ്യമങ്ങൾക്ക് മിണ്ടാൻ പറ്റില്ല, പിന്നെ ആർക്കാ മിണ്ടാൻ പറ്റുക? അദ്ദേഹത്തെ സ്തുതിക്കുന്നവർ മാത്രം, PR ഏജൻസികൾ എഴുതി കൊടുക്കുന്ന വാക്യങ്ങൾ മാത്രമേ കേരളത്തിൽ എല്ലാവരും ഉരുവിടാൻ പാവുകയുള്ളൂ. സന്ദീപേ, ദൈവത്തിന്റെ വരദാനമാണെന്ന് പറഞ്ഞതുകൊണ്ട് അതാ ഞാൻ പറഞ്ഞത്. VN വാസവന് തുറമുഖ വകുപ്പ് കിട്ടി. അങ്ങനെയാണ്, അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെ 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 രാജാവിനെ പുകഴ്ത്തുന്നവർക്ക് മാത്രം സ്ഥാനമാനങ്ങൾ വാരിക്കോരി തരികയല്ലേ? നിങ്ങൾ നോക്കൂ, അല്ലാതെ എന്താ കേരളത്തിലുള്ളത്? അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തു എന്നുള്ളതിൽ എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഷാജഹാൻ, ചൈനീസ് ഫണ്ട് വാങ്ങി ദേശവിരുദ്ധ വാർത്തകൾ കൊടുത്ത ന്യൂസ് ക്ലിക്ക്, ആ ന്യൂസ് പോർട്ടലിന് എതിരെ കേസെടുത്തപ്പോൾ ഉറഞ്ഞു തുള്ളിയ ആളാണ് പിണറായി വിജയൻ. അന്ന് മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം വീറോടെയും വാശിയോടെയും സംസാരിച്ചു. അദ്ദേഹം വാർത്താക്കുറിപ്പ് ഇറക്കി. ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യം ഇന്ന്, അതായത് നാഴികക്ക് 40 വട്ടം മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ വക്താക്കളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് ഇപ്പോൾ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് തടസ്സമായി നിൽക്കുന്നത്, വിഘാതമായി നിൽക്കുന്നത്. കേരളം വിട്ട് അപ്പുറത്ത് മാധ്യമങ്ങൾക്ക് എതിരെ എന്തെങ്കിലും നടപടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ പിണറായി വിജയനും കൂട്ടരും അതിന്, അതായത് ആരാണോ മാധ്യമ സ്വാതന്ത്ര്യം ഹനിച്ചത് അവരെ വിമർശിക്കും. പക്ഷേ ഇവിടെ മറ്റൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്. ആത്യന്തികമായി ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത്? മാധ്യമങ്ങളൊന്നും പണിയെടുക്കേണ്ടെന്നാണോ? നമ്മൾ വായ മൂടിക്കെട്ടണമെന്നാണോ? എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ഇത് ഈ രാഷ്ട്രീയ പ്രതിയോഗികളെ വേട്ടയാടുന്നത് പോലെ തന്നെയല്ലേ കാണേണ്ടത്? അല്ല, എനിക്ക് തോന്നുന്നത് ഇവർ അടിസ്ഥാനപരമായി ഇവരുടെ ഒരു സ്വഭാവത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇരട്ടത്താപ്പിൻ്റെ ആൾ രൂപങ്ങളാണെന്നുള്ളതാണ്. ഇവർ ഈ കാര്യത്തിൽ അല്ലെ എല്ലാ കാര്യത്തിലും എന്താണോ പറയുന്നത് അതിൻ്റെ എതിര് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഇരിക്കുന്ന ഈ ഭരണകൂടം, ഈ പിണറായി വിജയൻ, അയാളുടെ പാർട്ടി, അവരുടെ എല്ലാവരുടെയും പരിപാടി. അതായത് കൊലപാതകം നടത്തില്ല എന്ന് പറയുക, കൊലപാതകം നടത്തുക. മാധ്യമങ്ങൾക്ക് എല്ലാ സ്വാതന്ത്ര്യം അനുവദിക്കുമെന്ന് പറയുക, മാധ്യമങ്ങളെ അടിച്ചൊതുക്കുക. അഴിമതി ചെയ്യുമെന്ന് പറയുക, അഴിമതി ചെയ്യാതിരിക്കുക. അഴിമതി ചെയ്യില്ല എന്ന് പറയുക, അഴിമതി ചെയ്യുക. അപ്പോൾ അടിസ്ഥാനപരമായി ഇരട്ടത്താപ്പാണ് ഇവരുടെ മുഖമുദ്ര. ഞാൻ ഈ സന്ദീപ് പൊതുവിൽ ഇപ്പോഴത്തെ പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞതിനോടെല്ലാം ഞാൻ യോജിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ചർച്ച മാധ്യമ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് ഞാൻ അതിലേക്കൊന്ന് കേന്ദ്രീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ 3 മാധ്യമപ്രവർത്തകരെ 41A പ്രകാരമാണ് വിളിച്ചത്. അവരെ അറസ്റ്റ് ചെയ്യുമായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ ജോർജ് ജോസഫ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് പരോക്ഷമായി ബലദേവും അംഗീകരിച്ചു. അതായത് പിന്നെ അവിടെ യുവമോർച്ച പ്രവർത്തകർക്കെതിരെ എടുത്തിരിക്കുന്ന അതേ വകുപ്പ് തന്നെ എടുത്തിരിക്കുന്നു. മഹിളാ മോർച്ച പ്രവർത്തകർക്കെതിരെ എടുത്തിരിക്കുന്ന അതേ വകുപ്പ് തന്നെ ഇവർക്ക്, അതൊക്കെ ശുദ്ധ അസംബന്ധമാണ്. മാധ്യമപ്രവർത്തകർക്കെതിരെ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ കേസുകളെല്ലാം തന്നെ അസംബന്ധമാണ് എന്നുള്ള കാര്യത്തിലൊന്നും പ്രത്യേകിച്ച് ചർച്ചകളിലേക്ക് പോകേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കിവിടെ ഉയർത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഈ കേസുകളൊക്കെ എടുക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഒരു ചുമതലയിലുള്ള ആളാണല്ലോ ഈ ക്രമസമാധാന പാലന ചുമതലയുള്ള MR അജിത് കുമാർ. അയാളാണല്ലോ ഇപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ഫൽക്രം. അയാളാണല്ലോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പിന്നെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടേറിയറ്റിൽ നിന്ന് വീട്ടിലെത്തുന്നതിന് മുമ്പ് വരെ കാരവൻ വേണമെന്ന് പറഞ്ഞ, എനിക്കൊന്നും അറിയില്ല, എനിക്കിപ്പം പിണറായി വിജയൻ്റെ കാൽപാദം വീണ സ്ഥലം അല്ലേ, പിന്നെ അതിന് പിന്നെ എന്താണ് നവകേരള മണ്ണ് എന്ന് പേരിടണമെന്ന് പറഞ്ഞ, ദൈവം തന്ന വരദാനമാണ് എന്ന് പറഞ്ഞ പിന്നെ VN വാസവന് തുറമുഖ വകുപ്പ് കൊടുക്കുമ്പോൾ സെക്രട്ടേറിയറ്റിൽ നിന്നിറങ്ങി വീട് വരെ പോകാൻ വേണ്ടി മുഖ്യമന്ത്രിക്ക് കാരവൻ വേണമെന്ന് പറഞ്ഞ MR അജിത് കുമാറിനെ ഇനിയിപ്പം ഇനി വല്ല DGP അതിന് വല്ല മുകളിലോ വല്ല നിയമിക്കുമോ എന്നെനിക്കറിയില്ല. എനിക്ക് MR അജിത് കുമാർ എന്ന് പറഞ്ഞ ADGP ക്രമസമാധാന പാലനമുള്ള അയാളാണല്ലോ ഇതിൻ്റെ എല്ലാം ഒരു തലച്ചോറ്, ഈ കേസെടുക്കുന്നതിൻ്റെയൊക്കെ ഒരു തലച്ചോറ്. ഞാൻ അയാളെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇന്നലെയോ മിനിഞ്ഞാന്നോ മറ്റോ 1 വർഷം മുമ്പ് സ്വപ്ന സുരേഷിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പിംഗ് ഞാൻ കാണാനിടയായി.
ആ വീഡിയോ ക്ലിപ്പിങ്ങിൽ അവർ പറയുന്നുണ്ട് അവരെ പിണറായി വിജയനെതിരായിട്ടുള്ള സമരങ്ങൾ പോരാട്ടങ്ങളെല്ലാം അവസാനിപ്പിക്കണമെന്നും അവർ പിണറായി വിജയനെതിരെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവൻ വിഴുങ്ങണം എന്നും പറഞ്ഞുകൊണ്ട് ഷാജി കിരൺ എന്ന് പറഞ്ഞൊരു ഇടനിലക്കാരൻ, ഒരു കൂട്ടിക്കൊടുപ്പുകാരൻ, ഒരു വർഷം മുമ്പ് സ്വപ്ന സുരേഷിനെ വന്ന് കണ്ടിരുന്നു. ഈ ആരെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ പിണറായി വിജയൻ വിട്ടത് തന്നെയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. കാരണം ഈ പറഞ്ഞ പോലെ ഇപ്പോൾ സതി പറഞ്ഞ പോലെ റൂത്ത്ലെസ്സാണ് ഇയാൾ. തലയ്ക്ക് ചെടിച്ചട്ടി കൊണ്ട് അടിച്ചു പൊട്ടിക്കുന്നത് രക്ഷാപ്രവർത്തനമാണ് എന്നൊരു മനുഷ്യൻ പറയുമ്പോൾ അയാളുടെ ബോധ നിലവാരം അയാളുടെ തലയ്ക്കകത്തിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഞാനതിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് പിണറായി വിജയൻ വിട്ടതായിരിക്കും ഷാജി കിരൺ എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ അവിടെ സ്വപ്ന സുരേഷിൻ്റെ ക്ലിപ്പിംഗ് ഞാൻ കണ്ടപ്പോൾ സ്വപ്ന സുരേഷ് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം പറയുന്നത് എന്താണെന്നറിയാമോ? അവരുടെ മുന്നിൽ ഈ ഷാജി കിരൺ ഇരിക്കവേ ഷാജി കിരണിന് 56 ഗോളുകൾ വന്നു എന്നാണ് അവർ പറയുന്നത്. 56 ഗോള്. അതിൽ പ്രധാനമായിട്ടും 2 പേരുടെ പേരാണ് അവർ പറഞ്ഞത്. അന്ന് ക്രമസമാധാന പാലന ചുമതലയുണ്ടായിരുന്ന വിജയ് സാക്രെ, 2 അന്ന് വിജിലൻസ് ഡയറക്ടറായിരുന്ന ഇപ്പോൾ ഇരിക്കുന്ന ഈ പിണറായി വിജയൻ്റെ താങ്ങിയായിട്ടിരിക്കുന്ന ഇയാളുടെ പേര് MR അജിത് കുമാർ. തൊട്ട് പിറ്റേ ദിവസം വിജയ് സാക്രെ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ മഹാനുണ്ടല്ലോ, അതായത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഈ മനുഷ്യന് സെക്രട്ടേറിയറ്റിൽ നിന്ന് വീട് വരെ പോകുമ്പോൾ കാരവൻ വേണമെന്ന് പറയാനുള്ള അയാളെ എന്താണ് എനിക്കറിയില്ല, ഞാനതിലേക്ക് പോകുന്നില്ല. അയാൾ പക്ഷേ അന്ന് നിഷേധിച്ചില്ല. അവസാനം എനിക്ക് ഓർമ്മയുണ്ട്, അന്നത്തെ ഗൂഗിളൊക്കെ ഒന്ന് തപ്പണം എനിക്ക്, കാരണം അയാൾക്കെതിരെ അയാളെ പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് ഒന്ന് നീങ്ങിയാലെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. കാരണം അന്ന് പത്രത്തിൽ വാർത്ത വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. 26 തവണ ഈ പിണറായി വിജയനെതിരെ സ്വപ്ന സുരേഷ് പറഞ്ഞതെല്ലാം പിൻവലിക്കണമെന്നും 1-ാം നമ്പറുകാരനെ പോയി കാണണമെന്നും 1-ാം നമ്പറുകാരൻ വളരെ അസന്തുഷ്ടനാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഷാജി കിരൺ എന്ന് പറഞ്ഞ ഈ ഇടനിലക്കാരൻ സ്വപ്ന സുരേഷിനെ കണ്ടപ്പോൾ സ്വപ്ന സുരേഷിൻ്റെ മുമ്പിൽ ഷാജി കിരൺ ഇരിക്കവേ 26 തവണ ഷാജി കിരണിനെ വിളിച്ച മഹാനാണ്, മഹാമനസ്കനാണ് ഇപ്പോൾ ഇരിക്കുന്ന ഈ ക്രമസമാധാന പാലന ചുമതലയുള്ള ADGP. അത് ഗൂഢാലോചനയല്ല. ആലോചിച്ച് നോക്കണം നമ്മൾ. ഈ ഗൂഢാലോചനയ്ക്കിപ്പോൾ മാധ്യമപ്രവർത്തകരെ കേസെടുക്കുന്ന ഈ പോലീസിൻ്റെ മേധാവിയുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. എന്നിട്ട് അയാളെന്ത് ചെയ്തു? അയാളെ എന്ന് വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് അയാളെ ഇപ്പോൾ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് പിണറായി വിജയൻ്റെ തലച്ചോറായിട്ടാണ്. ADGP ക്രമസമാധാനം അയാളാണ് അവിടെ ഇരുന്നുകൊണ്ട്, അതായത് 1-ാം നമ്പർ അതല്ലെങ്കിൽ കറകളഞ്ഞ ഗൂഢാലോചന വിജിലൻസ് ഡയറക്ടറായിരുന്നപ്പോൾ മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ ADGP MR അജിത് കുമാറാണ് അവിടെ ഇരുന്നുകൊണ്ട് ഈ മാധ്യമപ്രവർത്തകർക്കെതിരെ ഇപ്പോൾ ഈ കേസുകളെല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെന്ത് ഉപമയാണ് ഞാൻ പറഞ്ഞാൽ? ഒരു ഉപമ ചിലപ്പോൾ ഒന്ന് പറഞ്ഞാൽ അത് നമുക്ക് സംസ്കാരത്തിന് ചേർന്നതായതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ അതാണ് അതിനകത്തെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ MR അജിത് കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരെ ഒരു പ്രൈവറ്റ് കംപ്ലയിൻറ്റുമായിട്ട് പോയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. കാരണം അയാൾ ആ സ്ഥാനത്തിരുന്ന് കൂടാലും നടത്താൻ പാടില്ലാത്ത ആളാണല്ലോ. 1. 2 CRPC 197 പ്രകാരം അയാളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അനുവാദം ചോദിക്കാനും ഞാൻ ആലോചിക്കുന്നുണ്ട്. ആ പ്രോസിക്യൂഷൻ അനുവാദം കിട്ടിയില്ലെങ്കിൽ അയാൾക്കെതിരെ ഒരു പ്രൈവറ്റ് കംപ്ലയിൻറ്റുമായിട്ട് പോയാലോ എന്നുള്ളതും കൂടി ഞാൻ ആലോചിക്കുന്നുണ്ട്. അയാളും കൂടെ കേൾക്കാനാണ് ഞാനിത് പറയുന്നത്. അത് 1-ാമത്തെ കാര്യം. 2-ാമത്തെ കാര്യം എന്താണ്? അനിൽ നമ്പ്യാർ ന്യൂസ് ക്ലിക്കിൻ്റെ ഒരു ഉദാഹരണം ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ന്യൂസ് ക്ലിക്കിനെതിരെ കേസെടുത്തപ്പോൾ ഉറഞ്ഞു തുള്ളി പിണറായി വിജയൻ എന്ന് പറഞ്ഞു. ഈ ന്യൂസ് ക്ലിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുകൂടി ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ഈ ആദ്യ റൗണ്ട് ചർച്ച അവസാനിപ്പിച്ചോളാം. ഈ ന്യൂസ് ക്ലിക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചോദ്യം ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് നോട്ടീസ് കിട്ടിയിട്ടുള്ള ഒരാളുടെ പേരാണ് നെവിൽ റോയ് സിംഗം. അദ്ദേഹം അമേരിക്കയിലുള്ള ഒരു ശതകോടീശ്വരനാണ്, IT മേഖലയിലെ ശതകോടീശ്വരനാണ്. അദ്ദേഹം ഒരു ഇടതുപക്ഷക്കാരനാണ്. അദ്ദേഹത്തെക്കുറിച്ച് വന്നിട്ടുള്ള വാർത്തകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയുടെ പ്രാധാന്യം, ലോകത്തെ ചൈനയുടെ പ്രാധാന്യം ഇന്ത്യ ഉൾപ്പെടെ ഉള്ള രാജ്യങ്ങളിൽ പ്രചരിപ്പിക്കാനുള്ള ചുമതല ഏറ്റെടുത്തിട്ടുള്ള ഒരാളാണ് നെവിൽ റോയ് സിംഗം എന്ന ഈ ശതകോടീശ്വരൻ എന്നുള്ള വാർത്ത വന്നിട്ടുണ്ട്. ആ ശതകോടീശ്വരൻ, അതായത് ചൈനയ്ക്ക് വേണ്ടി ഇന്ത്യയിൽ പ്രചരണം നടത്തുന്ന നെവിൽ റോയ് സിംഗം എന്ന് പറയുന്ന ഈ ശതകോടീശ്വരനും CPMൻ്റെ മുൻ ദേശീയ ജനറൽ സെക്രട്ടറിയും ഇപ്പോഴത്തെ പോളിറ്റ് ബ്യൂറോ മെമ്പറുമായിട്ടുള്ള പ്രകാശ് കാരാട്ടുമായി നടത്തിയിട്ടുള്ള ഇമെയിൽ ഇടപാടുകൾ, അതിൻ്റെ കണ്ടന്റ് ഉൾപ്പെടെ, ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ വരെ ചെയ്തിട്ടുള്ളതാണ്, കണ്ടന്റ് ഉൾപ്പെടെ പുറത്തു വന്നിട്ടുള്ളതാണ്.
ആ ഇമെയിലുകളിൽ പിന്നെ പ്രകാശ് കാരാട്ട് അതിരൂക്ഷമായി അതിനിശിതമായി ഇന്ത്യ ഗവൺമെൻറ്റിനെ വിമർശിക്കുന്നുണ്ട്. അയാൾ ഇങ്ങോട്ട് എഴുതിയ കത്തുകളിലും ആ വിമർശനമുണ്ട്. അപ്പം നെവിൽ റോയ് സിംഗവും പ്രകാശ് കാരാട്ടുമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുള്ള ഇമെയിൽ കത്തിടപാടുകൾ പുറത്തു വന്നിട്ടുള്ളതാണ്. അത് ഗൂഢാലോചനയല്ലേ? അങ്ങനെയാണെങ്കിൽ പ്രകാശ് കാരാട്ടിനെ എതിരെ കേസെടുക്കണ്ടേ? അയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തണ്ടേ? അങ്ങനെയുള്ള ശ്രമങ്ങളൊന്നും അവിടെ നടന്നിട്ടുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. അല്ല, പുരകായസ്ഥ ഇപ്പോഴും ജയിലില്ല. പുരകാശത്തെ ജയിലിലാണ്. പക്ഷേ പ്രകാശ് കാരാട്ട് എഴുതിയിട്ടുള്ള ഇമെയിലുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതെ. അപ്പം അവിടെ ഈ പ്രശ്നമില്ലേ? അപ്പം അതുകൊണ്ട് തന്നെ ഇവരിരട്ടത്താപ്പിൻ്റെ ആൾ രൂപങ്ങളാണ് എന്നുള്ളതാണ് എനിക്ക് ഈ ആദ്യ റൗണ്ടിൽ പറയാനുള്ളത്. തീരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇവിടെ ഇപ്പം ഇങ്ങനെ കണ്ണിക്കണ്ടതിനെല്ലാം കേസെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലൊക്കെ ഒന്നും ഞാൻ പോകുന്നില്ല. ഇപ്പം കണ്ണിക്കണ്ടതിനെല്ലാം മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പിണറായി സർക്കാർ. ഇതേ പണി തന്നെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ആ ഗവൺമെൻറ് അവിടെ ഉണ്ടല്ലോ. പൊടിക്കും പൊട്ടിനുമൊക്കെ ദേശാഭിമാനി പല സ്ഥലങ്ങളിലും ഉണ്ട്. എനിക്കറിയില്ല മധ്യപ്രദേശിൽ അവിടെ കൊണ്ടോ എന്നെനിക്കറിയില്ല. അതുപോലെ എന്തെങ്കിലുമൊക്കെ കാണും, എന്തെങ്കിലും ഒരു പത്രമൊക്കെ കാണാതിരിക്കില്ല. കാരണം 5, 10, 15, 20 ഒക്കെ ഉണ്ടല്ലോ അവിടെ CPM-കാർ. അവരുടെ കയ്യിലൊരു 1, 2 പേരൊക്കെ 3, 4 പേരൊക്കെ വായിക്കുന്നൊരു പത്രമൊക്കെ അവിടെ കാണാനിടയുണ്ട്. കാണാതിരിക്കാനുള്ള സാധ്യതയൊന്നുമില്ല. ഡൽഹിയിലും ചിലപ്പോൾ കണ്ടേക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഡൽഹിയിൽ അവർക്ക് പത്രമില്ല എന്ന് പറയാൻ സാധ്യതയില്ല. അപ്പം എനിക്ക് ഈ പിണറായി സർക്കാരിൻ്റെ ആളുകളോടും ഈ പാർട്ടിക്കാരോടൊക്കെ പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഡൽഹിയിൽ ഇപ്പോഴും പോലീസ് മോഡി സർക്കാരിൻ്റെ കീഴിലാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്നാൽ മോഡി സർക്കാർ അവിടെ പക്ഷേ വേറെ പത്രമൊന്നുമില്ലല്ലോ. ദേശാഭിമാനിയുടെ റിപ്പോർട്ടർമാർ അവിടെ ഉണ്ട്. ഈ ദേശാഭിമാനിയുടെ റിപ്പോർട്ടർമാർക്കിട്ട് ഒരു 10 കേസ് അങ്ങോട്ട് ചുമത്തിക്കളയാം എന്ന് ഡൽഹിയിലെ പിന്നെ പോലീസ് അധികാരം കയ്യിലുള്ള പോലീസ് ഒന്ന് തീരുമാനിച്ചാൽ എങ്ങനെ ഇരിക്കും എൻ്റെ പിണറായി വിജയ? ഇതുപോലൊന്നും ആയിരിക്കില്ല. അവിടെ ജയിലിലേക്ക് പോയി കിടന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ബുദ്ധിമുട്ട് അവിടെയുള്ള ദേശാഭിമാനിക്കാർ. ഇപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഇരിക്കുന്ന ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന വലിയ മഹാമനുഷ്യനുണ്ടല്ലോ, MP ആയിട്ടിരിക്കുന്ന മഹാമനുഷ്യൻ. അയാളും അവിടെ പത്രപ്രവർത്തകരായിരുന്നു കുറേ കാലം. അവിടെ ദേശാഭിമാനിയുടെ പത്രപ്രവർത്തകർ ഇപ്പോഴും ഉണ്ട്. അവർക്കെതിരെ ഒരു 10 ഗൂഢാലോചന കേസെടുത്ത് അവരെ ജയിലിലോട്ടൊന്ന് കയറ്റിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതുകൊണ്ട് ഈ പണിയുമായി ഒരു നിലവിട്ട് ഇവിടെ മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കില്ല എന്നാണ് എനിക്ക് ഒരു പഴയ CPM-കാരൻ എന്നുള്ള നിലയിൽ എനിക്ക് ഇവരോട് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഇവിടെ കിട്ടുന്നതിന് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞ പോലെ കേരളത്തിൽ കൊടുത്താൽ ചിലപ്പോൾ ഡൽഹിയിലായിരിക്കും തിരിച്ചു കിട്ടുന്നത് എന്നുള്ളത് ഒന്ന് ഓർക്കുന്നത് പിണറായി വിജയനും സംഘവും ഈ കാളികൂളി സംഘങ്ങളും ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കുമെന്നാണ് ഈ ആദ്യ റൗണ്ടിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ശ്രീ ജോർജ് ജോസഫ്, ഇത് മുകളിൽ നിന്നുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കില്ലേ ഒരു പക്ഷേ പോലീസ് മ്യൂസിയം SI FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? അല്ലെങ്കിൽ നിയമത്തിലുള്ള അജ്ഞത അതായിരിക്കും. അതിനുള്ള സാധ്യത കുറവാണ്. ഇപ്പോൾ മേലെ നിന്ന് വിളിച്ചു പറയുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു പറയുന്നു അവരെ വിടരുത്. ജനം TV 2 പേര്, അതുപോലെ ജന്മഭൂമിയുടെ ഫോട്ടോഗ്രാഫർ. അതാവാനല്ലേ സാധ്യത? അല്ലേ? കൃത്യമായ നിർദ്ദേശം കൊടുക്കുന്നു, അല്ലെങ്കിൽ പോലീസിന് അവിടെ ഇരിക്കാൻ പറ്റില്ല ഉദ്യോഗസ്ഥന്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഇത്. കാരണം ഓരോ സ്ഥലത്തും നമ്മളാരും പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് പോലീസ് FIR എടുക്കുന്നത് ഒരു സോമോട്ടായിട്ടങ്ങ് എടുക്കുകയാണ് ചില സ്ഥലങ്ങളിൽ. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലായ ഡയറക്ഷൻ വന്നുകൊണ്ട് മാത്രമാണ്. അതിനൊന്നും യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് കൂടെ നമ്മളെപ്പോലെയുള്ളവരൊക്കെ പറയുന്നത്, നിങ്ങൾ ഭരണഘടന അനുസരിച്ച് എന്താണ് ചെയ്യേണ്ടത്, CRPC IPC എവിഡൻസ് ആക്ട് അനുസരിച്ച് മാത്രമേ ചിന്തിക്കാവുള്ളൂ. ചിലപ്പോൾ ഒരു രാഷ്ട്രീയക്കാരുടെ പിന്തുണയോടുകൂടി ചിലപ്പം ജോലി കിട്ടിയെന്ന് വരാം, ഒരു പോസ്റ്റിങ് കിട്ടിയെന്ന് വരാം. പക്ഷേ അവിടെ നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്ന് വേണം നിങ്ങൾ പ്രവർത്തിക്കാനും FIR ഇടാനും. നേരത്തെ എന്തായാലും ബലദേവ് അദ്ദേഹം അഡ്വക്കേറ്റ് ഒരു കൃത്യമായ ഞാൻ പറഞ്ഞ അഭിപ്രായം തന്നെ അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് വലിയ സന്തോഷമുണ്ട് ബലദേവ് ആ അഭിപ്രായം പറഞ്ഞതിന്. കാരണം പത്രപ്രവർത്തകരുടെ ജോലി ഈ രാജ്യത്ത് ഇവർ പല കേസുകളും പല രാഷ്ട്രീയക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കും. അതിലൊക്കെ ഇവർക്ക് ഒരു താല്പര്യമില്ല. അവരവരുടെ ജോലി നിർവഹിക്കുകയാണ്. അതാണ് ഞാൻ ഫോർത്ത് എസ്റ്റേറ്റ് നേരത്തെ മുതൽ പറഞ്ഞത്. കാരണം പത്രപ്രവർത്തകരുമായിട്ടുള്ള ബന്ധം കൊണ്ട് വലിയധികം നേട്ടങ്ങൾ പോലീസിനുണ്ടായിട്ടുണ്ട്. ഞാൻ ഇവിടുത്തെ സബ് ഇൻസ്പെക്ടറായിരുന്ന സമയത്ത് എനിക്കൊരു സസ്പെൻഷൻ കിട്ടി. അന്ന് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിന് ആദ്യമായിട്ട് VK സോമൻ മനോരമയിലെ റിപ്പറെ കണ്ടെത്തിയ സംഭവം. അങ്ങനെയാണ് റിപ്പർ എന്ന പേര് ഞാൻ ഉൾപ്പെടെ അന്ന് പത്രത്തിൽ കൊടുത്ത്. അതാണ് റിപ്പറുടെ പേര് ഇപ്പം റിപ്പർ ദയാനന്ദൻ, റിപ്പർ ചന്ദ്രൻ എന്നൊക്കെ എല്ലാവരും. പക്ഷേ ഒറിജിനൽ റിപ്പർ പേട്ടക്കാരൻ സുനിലാണ്. അയാളെ പിടിക്കാനായിട്ട് ഞാൻ എനിക്ക് ചെറിയൊരു ഊഹം ഉണ്ടായിരുന്നു. പക്ഷേ VK സോമന് അതിലപ്പുറം വിവരം കയ്യിലുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ നടന്നിട്ടാണ്
അയാളെ ലൊക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ ചില പത്രക്കാരുടെ പ്രവർത്തനം കൊണ്ട് ഞാൻ മനോരമയ്ക്ക് ആ ന്യൂസ് കൊടുത്തു എന്നുള്ള രീതി എന്നെ സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ കേരളത്തിലെ പല കേസുകളുടെ പിന്നിൽ പ്രവർത്തിക്കാൻ പോലീസിനെക്കാട്ടിലും കൂടുതൽ വിവരങ്ങൾ പത്രപ്രവർത്തകർക്ക് തീർച്ചയായിട്ടും കിട്ടും. കാരണം നമ്മൾ പോയി അന്വേഷിക്കുന്നതിന് കൂടുതൽ വിവരങ്ങൾ അവരന്വേഷിക്കും കിട്ടുകയും ചെയ്യും. കാരണം പല ഇൻഫർമേഷനും എനിക്കറിയാം ആദ്യം പത്രപ്രവർത്തകർക്കാണ് കിട്ടുന്നത്. ഡെത്ത് കേസുകളും മർഡർ കേസുകളും ഒക്കെ അതിൽ ലീഡിലേക്ക് പോകുന്ന വിവരങ്ങൾ ചോർന്നെടുക്കും അവർ ചോർത്തും അത്. അപ്പോൾ അങ്ങനെയുള്ള പത്രപ്രവർത്തകരുമായിട്ട് പോലീസ് നല്ല ബന്ധത്തിൽ തന്നെ പോകണമെന്നാണ് ഞാൻ പറയുന്നത്. വളരെയധികം ഗുണങ്ങളുണ്ട് അതുകൊണ്ട്. കാരണം അവരവരുടെ ജോലി ചെയ്ത് അവരൊരു ഇവിടെ DGPയുടെ വസതിയിൽ കയറിയ ആൾക്കാരുടെ ഫോട്ടോ എടുത്തു, അത് അവരുടെ ധർമ്മം ചെയ്തെന്നുള്ളൂ, അവർക്ക് ആ ഇൻറ്റൻഷനൊന്നുമില്ല. അതുകൊണ്ട് കുറച്ചുകൂടെ ഇതിനകത്ത് ഈ ഡയറക്ഷൻ കൊടുക്കുന്നവർ ഒന്നുകൂടെ ചിന്തിക്കണം. കേരളത്തിലെ പത്രപ്രവർത്തകരെ വെറുതെ വിട്, ഇവിടെ അവർക്കെതിരായിട്ട് കേസെടുക്കരുത്. കാരണം എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. അതുകൊണ്ട് പോലീസിന് മെച്ചമേ ഉള്ളൂ. പോലീസിനെതിരായിട്ടൊക്കെ ചിലപ്പോൾ അവർ പറഞ്ഞെന്ന് വരും, അത് അവരുടെ ജോലിയുടെ ഭാഗമാണ്. അത് പോലീസ് ആ സ്പിരിറ്റിൽ എടുത്താൽ മതി. പക്ഷെ നല്ലത് പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് എതിരായിട്ട് ഒരു പത്രപ്രവർത്തകരും വന്നില്ല. അവരിന്ന് സഹായമേ കിട്ടുകയുള്ളൂ. അവരന്വേഷിക്കുന്ന പല തെളിയാത്ത കേസുകളിൽ പല വിവരങ്ങളും ഞാൻ ചെയ്ത സർവീസ് കാലഘട്ടത്തിൽ 10-31 വർഷവും പത്രക്കാരുമായിട്ട് ഭയങ്കര ബന്ധമായിരുന്നു. എല്ലാ ജില്ലകളിലും എനിക്ക് മർഡർ കേസ് തെളിയാത്ത കേസുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഓരോരോ വിവരങ്ങൾ നൽകുന്നതും പത്രപ്രവർത്തകർ. അവരുമായിട്ട് ബന്ധപ്പെടും, പേടിക്കണ്ട, അവർ തുരന്നുകൊണ്ട് വരും. അതാണ് നമ്മുടെ അനുഭവം. പക്ഷേ ഇപ്പം കേരളത്തിലെ അന്തരീക്ഷം എല്ലാം മാറി. എല്ലാ സ്ഥലങ്ങളിലും രാഷ്ട്രീയമായ വലിയ പോര് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന പത്രക്കാരെന്ത് പ്രവർത്തിച്ചു? അവരെടുക്കട്ടെ ഫോട്ടോ, അവർക്കെതിരായിട്ട് കേസെടുക്കുന്നത് ശരിയല്ല. കാരണം മറ്റവരുടെ 120 അവർ ചെയ്ത പ്രവർത്തികളിലൊക്കെ ഇവരെ കൂടെ പ്രതിയാക്കുന്നത് നല്ലതല്ല. അതുകൊണ്ട് SHOമാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും മേലുദ്യോഗസ്ഥർ പറയുമ്പോൾ എടുത്തിയാടി ഒന്നും ചെയ്യുക, അവരുടെ അടുത്ത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക. ഈ കേസിനകത്ത് തന്നെ നമുക്കറിയാം, മ്യൂസിയത്തെ കേസിനകത്ത് അവർക്ക് പത്രക്കാർക്ക് 3 പേർക്ക് യാതൊരു ഡിസോണസ്റ്റ് ഇൻറ്റൻഷനും ഇല്ല. അവരത് റിപ്പോർട്ട് ചെയ്തു. ചിലപ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ വസതിക്കകത്ത് കയറിയെന്ന് വരും. അതൊരു ട്രസ്പാസ് അല്ല അവരുടെ. കാരണം എത്രയോ പേര് DGPയെ കാണാൻ വെച്ചാൽ അത് ട്രസ്പാസ് ആയിട്ട് പറയാം. എന്നാൽ ഒരു ഗുഡ് ഇൻറ്റൻഷനോട് മാത്രമാണ് അവരെല്ലാം പോയി. എല്ലാ സ്ഥലങ്ങളും അത് തന്നെ. അപ്പോൾ ആ രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ ചിന്തിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ എല്ലാ ചാനലിന്റെയും പ്രതിനിധികൾ അവിടെ എത്തിയിട്ടുണ്ട്. എല്ലാ ചാനലുകളുടെയും പ്രതിനിധികൾ അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ജന്മഭൂമി ഇവർക്കെതിരെ മാത്രമാണ് കേസ്. അപ്പോൾ അതിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ട് എന്നല്ല മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അവരെല്ലാവരെയും വിളിച്ച് ഇതുവരെ നോട്ടീസ് കൊടുത്താൽ നമുക്ക് തൃപ്തിയാവും എല്ലാവരും. കാരണം ആ നോട്ടീസ് കൊടുക്കുന്നത് ഇതിനകത്ത് ഞാനത് കണ്ടു, ആ നോട്ടീസിൻ്റെ ആ ലെറ്റർ കണ്ടു. അതിനകത്ത് മറ്റവർ ചെയ്ത എല്ലാ കുറ്റങ്ങളും ഇവർ ചെയ്തതായിട്ടും, അതുകൊണ്ട് നിങ്ങളുടെ ക്യാമറയും നിങ്ങളുടെ അതുപോലെ ഇതിന് യൂസ് ചെയ്ത ഇൻസ്ട്രുമെൻ്റ് മുഴുവൻ അത് ഹാജരാക്കാൻ പറഞ്ഞു. അത് ദുരുദ്ദേശമാണ്, അത് ഡിസോണസ്റ്റ് ഇൻറ്റൻഷനാണ്. അത് പറഞ്ഞിരിക്കുന്നു അതിൻ്റെ അകത്ത്. അങ്ങനല്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ടത്. നിങ്ങൾ വന്നോളൂ, അവർ കയറിയ സമയത്ത് ഇവർ ട്രസ്പാസ് ചെയ്തെന്നുള്ള കാര്യം ഇവർ കണ്ടതല്ലേ പത്രക്കാർ പറയുന്നെങ്കിൽ ചിലപ്പം വോളണ്ടറി ചെയ്ത് കോടതി പറയുമെന്ന് വരാം. പക്ഷേ അത് തീർച്ചയായും ചോദ്യം ചെയ്ത് ആ വിവരങ്ങൾ എവിഡൻസ് ഒരു കോടതി പറഞ്ഞാലും പറഞ്ഞില്ലല്ലോ ശരി, അത് കേസ് ഡേറ്റയുടെ ഭാഗമാകുന്നത്. അങ്ങനെയാണ് ആ ഒരു സ്പിരിറ്റിൽ വേണം എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും പോകണം. പത്രക്കാർ ശത്രുക്കളല്ല, അവർ ഗുണം ചെയ്യുള്ളൂ നിങ്ങൾക്ക്. കാരണം നിങ്ങൾ ചെയ്ത വൃത്തികെട്ട കാര്യങ്ങൾ ചിലപ്പോൾ അവർ പത്രത്തിലും അതുപോലെ തന്നെ ചാനലിലൊക്കെ പ്രസിദ്ധീകരിച്ചെന്ന് വരും. അങ്ങനെ ചെയ്യുന്ന എന്തിനാണ് പോകുന്നത്? അങ്ങനെ ചെയ്യാൻ നമ്മൾ പോകരുത്. നമ്മൾ ഓണസ്റ്റായിട്ട് നിയമം അനുസരിച്ച് ഒരു SHO ചെയ്യേണ്ടത് എങ്ങനെയാണ് അതനുസരിച്ച് ചെയ്യാവുള്ളൂ. വല്ലവരും പാർട്ടിക്കാർ പറയുന്നത് കേട്ട് അവർക്ക് താല്പര്യമുള്ള ജാതി മത രാഷ്ട്രീയക്കാർ പറയുന്നൊന്നും കേൾക്കാൻ SHOമാർ ആരും പോകരുത്. ഇപ്പോൾ ഏണ്ട 22ഓളം പേരെ പിരിച്ചു വിട്ട് കഴിഞ്ഞ് നമുക്കറിയാമല്ലോ. DYSP റാങ്കിലും സർക്കിൾ റാങ്കിലും SI റാങ്കിലും CPO റാങ്കിലുള്ള 22 വരെയോളം പിരിച്ചുവിട്ട് കേരളത്തിൽ. 59 പേരുടെ റിപ്പോർട്ട് ഇപ്പം ഗവൺമെൻറ് കൈവശമുണ്ട്. ഞാൻ ആ കാര്യത്തിൽ ഗവൺമെൻറ്റിനെ അഭിനന്ദിക്കുകയും ചെയ്തു. പിണറായി സർക്കാരാണ് അത് പിരിച്ചുവിട്ടത്. കാരണം അതിന് ദണ്ഡനം കാണിച്ചിട്ടുണ്ട്. അതിന് മുമ്പിരുന്ന ഒരു ഗവൺമെൻറ്റും ആരെയും പിരിച്ചുവിട്ടാത്ത എനിക്കറിയില്ല. പക്ഷേ ഇത് മാസമായിട്ട് ക്വാറിക്കാരും ഗുണ്ടകളുമായിട്ട് സഹകൃത്യത്തോടുകൂടി അവരുമായിട്ട് ഒന്നിച്ച് നടന്നവരെ 22 പേരെ പിരിച്ചുവിട്ടു. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അവരവർ ചെയ്യുന്ന കാര്യങ്ങൾ നിയമം അനുസരിച്ച് മാത്രം പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്യണമെന്നാണ് എൻ്റെ റിക്വസ്റ്റ്. അത് അവരോടുള്ള വൈരാഗ്യം കൊണ്ട് ഒന്നുമല്ല ഞാനിത് പറയുന്നത്, ഒരു ഗുഡ് ഇൻറ്റൻഷൻ കൂടി പറയുന്നതാണ്. പൊതുജനങ്ങൾക്ക് നന്മ ചെയ്യണം, നിയമപരമായിട്ട് അവർക്ക് ചെയ്യേണ്ടത് ചെയ്തു കൊടുക്കണം. അവരെ പോലീസ് സ്റ്റേഷനിൽ വന്നാൽ അവരെ നല്ലതായിട്ട് സ്വീകരിക്കണം. തെറിയും ചീത്തയൊന്നും വിളിക്കരുത്. ഇതൊക്കെ പല സന്ദർഭത്തിലും പറയുന്നുണ്ട്. പക്ഷേ അതുപോലെ പത്രക്കാർ വരുന്നത് പല സന്ദർഭത്തിലും അവർക്ക് അരോചമായിട്ട് തോന്നും. കാരണം അവർ കാണിക്കുന്ന വൃത്തികൾ ചിലപ്പോൾ ഒപ്പിയെടുത്തു, അതൊക്കെ ആയിരിക്കും. അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ മാറി ചിന്തിക്കണം. ADGP ആയാലും ശരി,
യെസ്, പിണറായിയും പരിവാരങ്ങളും എന്നും അധികാരത്തിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് ഉദ്യോഗസ്ഥർ അല്ലേ നിയമത്തിന് അനുസൃതമായി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുക. അതാണ് ജോർജ് ജോസഫ് പറഞ്ഞു വെച്ചത്.